നീ ഭവാബ്ദിത്തോരാവിവൻ തോണി നിൻപദം തൊട്ടെങ്ങും പൊരുളൊടുങ്ങിയ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നീല സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം. SNCPA ശ്രീനാരായണ കോളേജ് ഫിസിക്സ് അലൂമിനി അസോസിയേഷൻ്റെ 19ാമത്തെ മീറ്റിംഗാണ് ഇന്നിപ്പോൾ ഈ സെമിനാർ ഹാളിൽ നടക്കാൻ പോകുന്നത്. അപ്പം നേരത്തെയുള്ള മീറ്റിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ SNCPAക്ക് തീർച്ചയായും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ കോളേജിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി ഇന്നത്തെ മീറ്റിങ്ങിനുണ്ട്. അപ്പോൾ സ്വാഗത ഭാഷണം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ക്രമമുണ്ട്. ആ ക്രമം അല്പം തെറ്റിച്ചുകൊണ്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളെ ആദരണീയരായിട്ടുള്ള ശ്രീ സഹദേവൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സഹദേവൻ സാറെയാണ് ഞാൻ ആദ്യമായി ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പ്രോട്ടോകോൾ പ്രകാരം പിന്നെ അധ്യക്ഷനാണ് പറയേണ്ടത്. പക്ഷേ നമ്മുടെ പ്രിൻസിപ്പൽ അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ അടുത്തതായി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ നമ്മളെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ പുഷ്കരാക്ഷൻ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ നമ്മുടെ മുൻ HOD ആയിട്ടുള്ള ശ്രീ ദീപക് സാറാണ്. ദീപക് സാറിനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാരണം ഇവരുടെ പേരുകൾ ഓരോന്ന് പറയുന്നതല്ലാതെ ഇവരുടെ കർമ്മമേഖലയെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. കാരണം വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഒരുപാട് അൽമാറ്റാസാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരുടെ മുമ്പിൽ ഞാൻ വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് നാളം കിടന്നതിലും നല്ലത് അത് ചുരുക്കിയിട്ട് പേരിൽ മാത്രം ഒതുക്കിയിട്ട് അവരെ സ്വാഗതം ചെയ്യുന്നുള്ള ഒരു എളിയ പ്രവൃത്തിയിലേക്ക് മാത്രം ഞാൻ ഒതുങ്ങുകയാണ്. മറ്റൊരാൾ ഇപ്പോഴത്തെ HOD ആയിട്ടുള്ള രമ്യ മേഡത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തു. ശ്രീഷ്മ മേഡം, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ശ്രീഷ്മ മേഡത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ SNCPAയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള MK സുരേഷ് ബാബുവിനെ ഇവിടെ എത്തിയിട്ടുണ്ട്. MK സുരേഷ് ബാബുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനെല്ലാം ഉപരിയായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുൻ അലൂമിനി മെമ്പേഴ്സിനെ മുഴുവനായി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അവർ അല്പം അഹങ്കാരത്തോടു കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ ബാച്ച് 81 ഞാനടക്കം ഇന്നത്തെ പരിപാടിയിൽ 8 പേര് പങ്കെടുത്തിട്ടുണ്ട്. അവരെ മൊത്തം പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യും. കൂടാതെ ഒരാൾ വിട്ടുപോയതല്ല, അത് കുറച്ചും കൂടി വെയിറ്റുള്ള സാധനമായതുകൊണ്ട് മാറ്റിവെച്ചാണ്. കാരണം 67 ബാച്ചിലെ ശ്രീ ബാലൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ബാലൻ സാറിന് ഞാൻ പ്രത്യേകമായിട്ട് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി വന്നതിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ ഇന്നൊരു ചടങ്ങ് 9 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു, തന്നെ 11 മണിയായി.
പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് 54 പേര് അലൂമിനിയായി പങ്കെടുത്തു. ഈ വർഷം എനിക്ക് തോന്നുന്നത് സതീശൻ കൊണ്ടത് 8 പേരടക്കം മാക്സിമം ഒരു 25 പേരുണ്ടാവും സംശയം. പക്ഷേ നമ്മുടെ അംഗങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിലും അവരുടെ ബുദ്ധിപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കൂടിയ ഒരു അലൂമിനി വർഷമാണിത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ നോട്ടീസുകളും മറ്റല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആൻഡ് ക്വിക്കാണ്. അതുകൊണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ യോഗത്തിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ യോഗത്തിൽ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ കടക്കുന്നതിന് മുമ്പേ പറയാനുള്ള കാര്യം, നമ്മുടെ 2-3 ഉദ്ഘാടനങ്ങളുണ്ട്. ഈ 3 ഉദ്ഘാടനങ്ങൾ 2 പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കുട്ടികൾക്കുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടാവുന്ന രീതിയിൽ നമ്മുടെ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കാമെന്നതുകൊണ്ട് പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് നടക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്, അപേക്ഷയുണ്ട്. ഈ തരുന്ന ഫെസിലിറ്റീസൊക്കെ വളരെ ഭംഗിയായി നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം പടുത്തുയർത്താൻ ഇത് നിങ്ങൾക്ക് സഹായകരമാവുകയാണെങ്കിൽ ഇതായിരിക്കും ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ നേട്ടവും ചാരിതാർത്ഥ്യവും. ഇവിടെ ഓരോരുത്തരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണ്ണമായ 2025 ആശംസിക്കുകയാണ്. പിന്നെ എനിക്ക് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഞാൻ പ്രിൻസിപ്പാളോട് പറഞ്ഞിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേസ്മെൻറ്റ് സെൽ ഉണ്ടാക്കിയിട്ട് കുട്ടികളൊക്കെ ജോലി സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം കൂടെ ഈ സ്ഥാപനം ഏറ്റെടുക്കണമെന്നൊരു അപേക്ഷയുണ്ട്. കാരണം ഇപ്പോൾ പല കുട്ടികളും ഇവിടുന്ന് പാസ്സാവുന്ന ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും. പക്ഷേ അതല്ല, നല്ലൊരു ക്വാളിറ്റി ജോലി ലഭിക്കുന്ന രീതിയിലേക്ക് കുട്ടികളെ വാർത്തെടുക്കാനുള്ളൊരു പ്രസ്ഥാനം കൂടി ഇവിടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം പ്രിൻസിപ്പൾ മാത്രം വിചാരിച്ചാൽ നടക്കുമെന്നറിയില്ല. എന്നിരുന്നാലും SN ട്രസ്റ്റ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ ഇത് അറിയിക്കാനുള്ള ഞങ്ങൾക്ക് അറിയിക്കാനുള്ളൊരു വേദി പ്രിൻസിപ്പാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ ഇവിടെ പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ 2 വ്യക്തികൾ വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രിൻസിസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള പ്രതിബദ്ധത നിർവഹിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നതാണ്. ഒന്നാമതായി ഡോക്ടർ പത്മനാഭനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ വീണ്ടും ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ വന്നാൽ ഇവിടെ തീർച്ചയായിട്ടും വന്ന് വേണ്ട രീതിയിൽ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ സാറേ, അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനാണ്. കാരണം നമുക്കിങ്ങനെയൊക്കെ ആകാം, ഒരു ഡോക്ടർ പത്മനാഭനോ അല്ലെങ്കിൽ പത്മനാഭൻ്റെ ഉപരി മേലെയുള്ള ഒരാളായി മാറാനുള്ളൊരു വേദിയാക്കി കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഫെബ്രുവരിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തവണ വന്നപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള പരിപാടികളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം എനിക്ക് തോന്നി പരിപാടി നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ രാത്രി 12 മണിയോ 1 മണിയോ മറ്റാണ്, അതുകൊണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ ഈ SNCPIക്കും ഞങ്ങളുടെ എല്ലാ വ്യക്തികളുടെ പേരിലും നന്ദി പറയുകയാണ്. രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ ശ്രീമാൻ ഗിരീശൻ. ഞാനും ഗിരീശനും ഒരുപാട് കൊല്ലം ഒന്നിച്ച് പഠിച്ചതാണ്. പ്രീ ഡിഗ്രി, ഡിഗ്രി, എൻജിനീയറിങ്, അങ്ങനെ ഒരു 8-9 കൊല്ലം ഒന്നിച്ച് പഠിച്ചതാണ്. ഗിരീശന് ശരിക്കും പറഞ്ഞാൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഗിരീശനോടൊരു വാക്ക് പറഞ്ഞാൽ മതി, പൈസ നീ നോക്കണ്ടടാ, ഞങ്ങൾ ചെയ്യാവോളം പറയും. ആ രീതിയിലേക്ക് വേണ്ടി അലൂമിനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിനെയും ഈ യോഗത്തിൻ്റെയും അല്ലെങ്കിൽ SNCPIയുടെയും എല്ലാവരുടെയും പേരിലും അഭിനന്ദിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഇവിടെയുള്ള എല്ലാ അലൂമിനി മെമ്പർമാരും ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ നല്ല രീതിയിൽ ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ വലിപ്പ വ്യത്യാസമില്ല, ചെറുപ്പ വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല. എന്നിരുന്നാലും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ SNCPI വയസ്സന്മാരുടെ ഒരു അസോസിയേഷൻ മാത്രമായി പോയോ എന്നൊരു ഖേദം മനസ്സിലുണ്ട്. അതിൽ ഈ അധ്യാപകരുടെ ശ്രദ്ധ കുറച്ചും കൂടെ പതിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കാണുന്നവരോട് വർത്തമാനം പറയാമെന്നല്ലാണ്ട് ആരൊക്കെ എന്താണെന്ന് അറിയാനും കോർഡിനേറ്റ് ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വം അധ്യാപകരെല്ലാവരും ഏറ്റെടുക്കണമെന്നൊരു അപേക്ഷയും കൂടി എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അധ്യക്ഷ പ്രസംഗം ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടതെന്നറിയാം. പക്ഷേ എന്നിരുന്നാലും ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമല്ല, യാഥാർത്ഥ്യങ്ങൾ അതുപോലെ പറയുകയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരും ധന്യരാക്കിയെങ്കിലും സഹദേവൻ സാർ വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന് വളരെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്നതിൽ അദ്ദേഹത്തിന് അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ടും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം പോകുള്ളൂ. ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രോആക്റ്റീവായിട്ടുള്ള, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള, ഏറ്റവും കോളേജിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ് തീർച്ചയായും അലുമിനി അസോസിയേഷനാണ് ഫിസിക്സ് അലുമിനി. ഞാനിവിടെ എനിക്ക് തോന്നുന്നു കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്,
പിന്നെ കെമിസ്ട്രി, ഇങ്ങനെ 4-5 ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫിസിക്സ്, ഓഫ് കോഴ്സ് ഫിസിക്സും പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഈ 4-5 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന അലുമിനി മെമ്പേഴ്സ് ഉണ്ടായിട്ടും ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ അവിടെ നിന്നൊന്നും അത്രമാത്രം ഇത് വരുന്നില്ല. അതേസമയം ഫിസിക്സിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഈ പറഞ്ഞ ആൾക്കാരുടെ 1977, 78, 82 ഇങ്ങനെ ചില ബാച്ചുകളിൽ പുഷ്കരാക്ഷൻ സാറ്, സുരേഷ് ബാബു സാറ്, നമ്മളെ രവീഷൻ സാറ് എപ്പോഴും കോളേജിൽ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ 1.5 കൊല്ലമായി ഇവിടെ പ്രിൻസിപ്പളായിട്ട് ഏതാണ്ട് പിന്നെ ഞാനിവിടെ 97 മുതൽ ഇവിടെ ഉണ്ട്. സദേവൻ സാർ കൂടെ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. 95-ലാണ് ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പളായതിനു ശേഷം നിരന്തരം കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ ബന്ധപ്പെടുകയും, അപ്പോൾ നമ്മൾ സഹകരിച്ചതിന് നന്ദി എന്ന് എന്നോട് പറയുന്നു. കാരണം സഹകരിക്കുന്നതല്ല, നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ സഹായിക്കാൻ ഇത്രയും മനസ്സുള്ള കുറേ അലുമിനി മെമ്പേഴ്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ആണ് ഇത്രയും കാലം സഹായം കിട്ടിയത്. ഇന്നിപ്പോൾ അത് സ്പിൽ ഓവർ ചെയ്തിട്ട് നമ്മളെ ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും പിന്നെ സഹായകരമാവുന്ന രീതിയിലൊരു ഡിജിറ്റൽ റിസോഴ്സ് സെൻറ്റർ ലൈബ്രറിയിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്ന് അതിന് ഉദ്ഘാടനം നടക്കുകയാണ്. ഡോക്ടർ പത്മനാഭൻ എന്ന് പറയുന്ന US-ലെ പ്രമുഖ ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു വലിയൊരു സംഖ്യ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഡിജിറ്റൽ റിസോഴ്സ് സെൻറ്റർ മാതിരി നമുക്ക് ലൈബ്രറി ആക്കാൻ പറ്റിയത്. ലൈബ്രറി നമ്മളൊരു അപ്ലിഫ്റ്റ് കൊടുക്കുകയുണ്ടായി. ഇപ്പം ലൈബ്രറിയിൽ 50,000-ൻ്റെ മുകളിൽ ബുക്കുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റാക്ക് ചെയ്തത് ഇങ്ങനെ ഏതാണ്ട് എന്താണ് കഴുത്തറ്റം വെള്ളം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഡോറ് വരെ ഇതായിരുന്നു, അൾമാരുകളായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി ഒരു റീഡിങ് സ്പേസ് ഉണ്ടാക്കി, അപ്പുറത്തൊരു റീഡിങ് റൂം ഉണ്ടാക്കി, ഒരു 1000 സ്ക്വയർ ഫീറ്റ്. അതായത് ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 മാസമായിട്ട് ആ റീഡിങ് റൂം ഉദ്ഘാടനം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 10 കുട്ടികൾ തികച്ച അതിൽ കയറിയിട്ട് വായിച്ചിട്ടില്ല. കുട്ടികൾക്ക് വായനയോട് യാതൊരുവിധ ആഭിമുഖ്യവും ഇല്ല എന്നുള്ളത്. ഒരു 50-100 കുട്ടികളുണ്ടാവും ഈ കോളേജിൽ. 2200 കുട്ടികളിൽ എപ്പോഴെങ്കിലും ലൈബ്രറിയിൽ വന്ന് പുസ്തകം എടുക്കും, സ്ഥിരമായിട്ട് ലൈബ്രറിയിൽ നിന്ന് വന്ന് പുസ്തകം എടുക്കുന്നു 100 കുട്ടികളുണ്ടാവും. അതാണ് ദാറ്റ് ഡസൻറ്റ് ഈവൻ മേക്ക് 10%. അപ്പോൾ 10% പോലും വായിക്കാത്ത കുട്ടികളുള്ളൊരു കോളേജാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വായിക്കാൻ സൗകര്യമില്ലായിരുന്നു മുൻപ്, പക്ഷേ ഇപ്പോൾ സൗകര്യമുണ്ട്. ഇനി അടുത്ത 3 മാസം എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളിൽ ഫിസിക്സ് അലുമിനി ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് ഇവരൊക്കെ ഒരു ഗിരീഷൻ സാറിനെ ഞാൻ നിരവധി പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എപ്പോഴും കോളേജിൽ വരും. അദ്ദേഹം ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഫിനാൻഷ്യൽ അല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചെയ്യാനുള്ളൊരു മനസ്സ്, പഠിച്ച കോളേജിൻ്റെ അടുത്ത് പിന്നെ ഇത്രമാത്രം ഇത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്, കോളേജിനല്ല. അതുപോലെ തന്നെ ഇവർ എനിക്ക് തോന്നുന്നു 2-3 പരിപാടിയിലാണ് ഇവിടെ ഉണ്ട്. അതായത് പാരൻസ് മരിച്ച കുട്ടിയെ സാമ്പത്തികമായി അതെല്ലാം വളരെ സ്പോണ്ടേനിയസ് ആണ്. അതൊന്നും ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് ടൈം. അതായത് ഒരു ദിവസം 2 ദിവസം കൊണ്ടാണ് 5000, 10000, 50,000, 1 ലക്ഷമൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ഇവിടുന്ന് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു, മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടിയത്. അപ്പോൾ ആ കുട്ടിക്കും എനിക്ക് തോന്നുന്നു എല്ലാവിധത്തിലുള്ള സഹായവും ആ കുട്ടിക്ക് ഗ്രീസിലുള്ള ഐലൻഡിലെത്താനും പിന്നെ ലാപ്ടോപ്പ് വരെ. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കോളേജിൻ്റെ ഡെവലപ്മെൻറ്റിൽ വലിയ ഭാഗവാക്കായിട്ടുള്ള ഈ ഫിസിക്സ് അലുമിനി ഭാരവാഹികളെയും എല്ലാ അംഗങ്ങളെയും ഹാർദവമായി കോളേജിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുകയാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ വളരെ വളരെ പ്രമുഖ വ്യക്തികളുണ്ട്. ഇവിടെ ഗോപാലകൃഷ്ണൻ സാർ ഇരിക്കുന്നുണ്ട്. സാർ എൻ്റെ അധ്യാപകനാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള രീതിയിലൊരു അധ്യാപകനാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ വളർന്ന ആൾ. എൻ്റെ അച്ഛൻ അവിടെ പ്രൊഫസറായിരുന്നു. അപ്പോൾ 1984-86 ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ച് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ 2 വ്യക്തികളെയാണ്, ഈ കോളേജിൽ പഠിച്ച 2 വ്യക്തികളെയാണ്, ഫിസിക്സ് ഗോപാലകൃഷ്ണൻ സാറിനോടും കെമിസ്ട്രി ഇവിടെ പഠിച്ചൊരു നിങ്ങൾക്കെല്ലാം അറിയുമെന്നറിയൂടെ BSc കെമിസ്ട്രിയിൽ പഠിച്ച ഡോക്ടർ രാജീവ്. പിന്നീട് ഇവിടെ BSc കെമിസ്ട്രി പഠിച്ചു. പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MA ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ ഇദ്ദേഹം MSc ഫിസിക്സാണ് പഠിച്ചത്. 84-86 പീരീഡിൽ ഇവരൊക്കെ ഫിസിക്സ് അവിടെ MSc പഠിക്കുമ്പോൾ ഞാൻ ഈ പ്രീ ഡിഗ്രി ഫിസിക്സും കെമിസ്ട്രിയും ഈ പൊതിക്കാത്ത തേങ്ങ പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ട്യൂഷൻ എടുത്തു 1.5 കൊല്ലം. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ മരിച്ചപ്പം പിന്നെ അങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ വളരെ സന്തോഷമുണ്ട് സാർ ഇന്ന് ഇവിടെ പരിപാടിയിൽ വന്നതിൽ. രാജീവൻ സാർ ഓഫ് കോഴ്സ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അദ്ദേഹം കെമിസ്ട്രിയാണ്. അദ്ദേഹം കേംബ്രിഡ്ജിൽ നിന്ന് PhD എടുത്ത ആളാണ്. അപ്പോൾ ഈ കോളേജിൽ വരുന്നതിന് മുമ്പ് ഈ 2 വ്യക്തികളായിട്ടും എനിക്ക് ഇങ്ങനെയുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിരവധി പേര് ശാസ്ത്രജ്ഞരും വലിയ വലിയ പ്രൊഫസർമാരും ഒക്കെ ആയിട്ട് ഈ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് 1960-കൾ മുതൽ എന്ന് പറയുമ്പോൾ 60-ലെ റെപ്രസെൻറ്റേറ്റീവ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതായാലും വളരെ ഇതായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ നമ്പർ നോക്കണ്ട, ഇന്ന് ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് പ്രീ ഓക്യുപ്പേഷനൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ എപ്പോഴും 100-ന് താഴെ ആൾക്കാർ ഉണ്ടാവാറുള്ളൂ.
പിന്നെ മറ്റൊരു സംഗതി കോളേജിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ 4 വർഷ ബിരുദ പ്രോഗ്രാം ഈ വർഷം നടപ്പിലാക്കി. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലുള്ളൊരു പാഠ്യപദ്ധതി, ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിട്ടാണ് ഈ FIUGP വന്നിട്ടുള്ളത്. മേജറും പിന്നെ കുറേ മൈനറും മൾട്ടി ഡിസിപ്ലിനറിയും പാത്വേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താണ് പെട്ടെന്ന് കുട്ടികൾക്ക് പോയിട്ട് അധ്യാപകർക്ക് തന്നെ ഇതുവരെ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ഇത് അത്രമാത്രം കോംപ്ലക്സിറ്റീസ് അറിഞ്ഞൊരു സാധനമാണ് കേരളത്തിൽ FIUGP NIP എന്നുള്ള ഇതിൽ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അത് എത്രമാത്രം കുട്ടികൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിലൊരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 60 or 70 years വന്നിട്ടുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ മാറ്റമാണ്. പക്ഷേ അത് ഇന്നത്തെ കുട്ടികൾ, കാരണം കുട്ടികൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് കുട്ടികൾക്ക് ഏതൊരു വിഷയത്തിലൂടെ കുറവാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഇതിലുള്ള വിഷയം. ഈ FIUGPയുടെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം റേഞ്ചിൽ കോഴ്സസ് ഓഫർ ചെയ്യാന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഓഫർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 6 ക്ലാസ് റൂം ഷോട്ട്, പിന്നെ 7 അധ്യാപകരില്ല. പക്ഷെ അത് നമ്മൾ ഗസ്റ്റ് അധ്യാപകരെ നിയമിച്ചു. ക്ലാസ് റൂം ഷോർട്ടേജ് വൈകുന്നേരം 3:30 മുതൽ 4:30 വരെ ക്ലാസ് ആക്കി. ഏതായാലും ഈ വർഷം എന്ന് പറയുന്നത് 2025 മാർച്ച് 31 മുന്നേ നമ്മൾ NAC വിസിറ്റ് പ്രതീക്ഷിക്കുകയാണ്. ആക്ച്വലി ജനുവരിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അത് ഈ DVV എന്ന് പറയുന്ന ഒരു SSR കൊടുത്തതിന് ശേഷം DVV ഇപ്പം ജനുവരി 2-ാം തീയതിയാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. DVV എന്ന് പറഞ്ഞാൽ ഡാറ്റ വെരിഫിക്കേഷൻ കറക്ഷനൊക്കെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് വിത്തിൻ 1 or 2 months NAC വിസിറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പം NAC വിസിറ്റ് എന്ന് പറയുന്നത് 3rd സൈക്കിളാണ്. പിന്നെ കഴിഞ്ഞ 2 സൈക്കിളിലും A ഗ്രേഡ് കിട്ടി. ദിസ് ടൈം വി ആർ എക്സ്പെക്ടിങ് A+. അത് A++ലേക്ക് പോകാൻ സാധ്യത കുറവാണ്. ശരിക്കും ഈ കോളേജ് പോകേണ്ടതാണ്. A കിട്ടിയാലും A കിട്ടിയാലും നമുക്ക് വേണമെങ്കിൽ ഓട്ടോണോമസ് സ്റ്റാറ്റസിലേക്ക് പോവാം ഈ കോളേജ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോളേജ് എന്നോ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് പോകേണ്ട ഒരു കോളേജാണ്. കാരണം വളരെ പണ്ട് വന്നിട്ട് കണ്ണൂർ SN കോളേജ് എല്ലാ കാര്യത്തിലും ഒരു ഓൾറൗണ്ട് മികവ് പുലർത്തുന്ന ഒരു കോളേജാണ്. 80കളിൽ ഞാൻ കോഴിക്കോട് ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട് ഈ കോളേജിൻ്റെ പേര്. അപ്പോൾ തീർച്ചയായും ഭാവിയിൽ ഇതൊരു ഓട്ടോണോമസ് സ്ഥാപനമാകുമ്പോൾ അലുമിനൈക്കെല്ലാം ഒരുപാട് പങ്ക് വഹിക്കാനുണ്ടാവും. അപ്പോൾ ഭാവിയിലും എല്ലാവിധ പ്രവർത്തനങ്ങളും നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ടും എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി.
നമ്മുടെ ഫിസിക്സ് അലൂമിനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഈ 8 സിസ്റ്റവും അതിനുള്ള ആക്സസറീസും. പിന്നെ അതുപോലെ 9ാമത്തെ ഒരു സിസ്റ്റം ഒരു പ്ലേ സ്റ്റേഷൻ മാതിരി കുറച്ചുകൂടി ഹൈ എൻഡ് സിസ്റ്റമാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഡോക്ടർ പത്മനാഭൻ സാർ തന്നു. ഫിസിക്സ് അലൂമിനെ ഇതിന് നേതൃത്വം, ഇതിന് സഹായം തന്ന ഫിസിക്സ് അലൂമിനേക്ക് ഞാൻ ഒരിക്കൽ കൂടി കോളേജിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇതിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ എൻലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് UGC നമുക്ക് ആയിരക്കണക്കിന് ജേർണലുകളും റിസോഴ്സസും ഡിജിറ്റൽ ബുക്സും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് MSc റിസർച്ച് വിദ്യാർത്ഥികൾ ഒരു 9 പേർക്കെങ്കിലും ഇവിടെ ഇരുന്നിട്ട് അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം, ഡിജിറ്റലായിട്ട് റിസോഴ്സസ് ആക്സസ് ചെയ്യാനുള്ള ഒരു സഹായം എന്നുള്ള രീതിയിലാണ്. ഭാവിയിൽ ഇതൊരു പ്രത്യേക റൂമിലേക്കൊക്കെ മാറ്റി 50ഓളം സിസ്റ്റമാക്കി മാറ്റാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇത് തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കോളേജിൻ്റെ അക്കാഡമിക് ആക്ടിവിറ്റിക്ക് ഒന്നുകൂടി ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സഹായമാണ് ഇത്. എല്ലാവരും സംഭവത്തോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെയ്യുന്നു. സ്വാഗതമാണ്. ഒരിക്കൽ കൂടി ദേവേന്ദ്ര ദേവസാദ് മുന്നോട്ട് വന്ന ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഉദ്ഘാടനം നടത്തിയാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് കമ്പ്യൂട്ടർ കൊടുത്തിട്ട് നമ്മൾ എഴുതുന്ന ഈ നോട്ട്സ് തന്നെ കുട്ടികൾക്ക് ഫുള്ളാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് the person who has given it must be having such things അവരെ മനസ്സിൽ അതൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ നെക്സ്റ്റ് ടീച്ചേഴ്സ് ഇത് യൂസ് ചെയ്യണം. ഇനീഷ്യലി പ്രൊഡ്യൂസർ നമുക്ക് അതുകൊണ്ടൊക്കെ വേണ്ടിയിട്ട് ഒരു മണിക്കൂറിലോ you make it a point that you will do it, and if you have in your mind that you will do it, you can do it. Yes. Right? Thank you. Thank you. ടെക്നോളജിക്കൽ ലീപ്പാണെന്ന് നമുക്ക് പറയാം. കാരണം ഇത് 3ാമത്തെ ഇന്ററാക്റ്റീവ് പാനലാണ് കോളേജിൽ വരുന്നത്. ഒന്ന് ഇതേ 75 ഇഞ്ച് പാനൽ സെൻസസിന്റെ ഇൻഡസ്ട്രി ലീഡറാണ് ഈ സെൻസസ്. ഇത് ഒന്ന് സിംഗാപൂരിലുണ്ട്, ഒന്ന് മാത്സ് 65 ഇഞ്ച് കൊടുക്കും, ഫിസിക്സിന് സെൻസസ് വാലിഡിറ്റി. ഇപ്പോൾ മാനേജ്മെന്റ് നമുക്ക് 4 സെൻസസ് സെൻസസ് ഉണ്ട്. പക്ഷേ 83 ഇഞ്ചിന്റെ 4 കിടക്കുകയാണ്. പിന്നെ സ്റ്റേഷനുകൾ മൊത്തം 7 പാനൽ ഇന്ററാക്റ്റീവ് പാനൽ. വലിയൊരു ലീപ്പാണ് ടെക്നോളജിക്കലായിട്ട് നമുക്ക് കോളേജിൽ കിട്ടിയിട്ടുള്ളത്. ഫിസിക്സ് അലൂമിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെച്ച് ബ്ലാക്ക് ബോർഡും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ധാരാളം സൗകര്യങ്ങൾ അതൊക്കെ വളരെ നല്ലതായി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമായിരിക്കും ഉദ്ദേശിക്കാം.
ലാസ്റ്റ് അലൂമിനി മീറ്റിന് ശേഷം മെയ് 1 ഫിസിയ 77 ആനുവൽ മീറ്റിംഗ് നടന്നപ്പോൾ അന്ന് നമ്മളുടെ ഫിസിയ 77 സ്കോളർഷിപ്പ് 12 UG സ്റ്റുഡൻസിനും 4 PG സ്റ്റുഡൻസിനും നൽകുകയുണ്ടായി. അതിനുശേഷം ആ വർഷത്തെ 2022 ഡിഗ്രി 3rd ഇയർ റാങ്ക് ഹോൾഡറായിട്ടുള്ള അമയ അജിത്തിന് ഫിസിയ 77 10,000 റുപ്പീസ് കൊടുത്തിരുന്നു. അതേപോലെ സാന്ദ്ര പി എന്നുള്ള വിദ്യാർത്ഥിനി, അവൾ 2023 യൂണിവേഴ്സിറ്റി 3rd റാങ്ക് ഹോൾഡറാണ്. അവൾക്കും 10,000 റുപ്പീസ് നമുക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുശ്രീ പുറത്ത് പോകുന്ന സമയത്ത് ക്രിറ്റ യൂണിവേഴ്സിറ്റിയിൽ PhD നേടി പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ സാമ്പത്തിക സഹായം വലിയൊരു കാര്യമായിട്ട് പിന്നെയും പറഞ്ഞിട്ടുണ്ട്. നമ്മളന്ന് 1,51,000 രൂപയുടെ അടുത്ത് കളക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അതുകൂടാതെ ലാപ്ടോപ്പും. ആ ലാപ്ടോപ്പ് തന്ന സാറ് 82 ബാച്ചിലെ സാറാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. നമുക്കിപ്പോഴും അറിയില്ല അദ്ദേഹം ആരാന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക, വിശാല മനസ്കരായ ഒരുപാട് പേര് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് SNCPA. പണ്ടൊന്നും നമ്മൾ അവർ പലരെയും പിന്നെ ഇട്ടിട്ടുണ്ടോ? അതിന് ശേഷം സർ വന്നിട്ടുണ്ടോ? ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ ലാബിൻ്റെ റിനോവേഷൻ വർക്ക്സ് നടക്കുന്നത് നമ്മളിപ്പം കണ്ടല്ലോ. ജനുവരി 15 കൂടി റിനോവേഷൻ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് ക്ലാസ്സസൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ കോൺട്രിബ്യൂഷൻ ഗിരീശൻ സാർ നടത്തിയതും എല്ലാം നമ്മൾ കണ്ടും കേട്ടും പല പ്രാവശ്യം പലരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാനിനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മുമ്പത്തേക്കാളും SNCPA ഇപ്പോൾ വളരെ എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് പല സാങ്കേതിക കാരണങ്ങളാലും PD ഫണ്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആകെ നമുക്ക് ലാബിലേക്ക് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വാങ്ങാനും റിപ്പയർ വർക്കിനും ഒക്കെ ആയിട്ടുള്ള PD ഫണ്ട് മുടങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ അലൂമിനി അസോസിയേഷൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ അത് ആ ഒരു ഫണ്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കുറേ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് ഇപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള ദീപക് സാറിനെ പറ്റി മെൻഷൻ ചെയ്യാതെ ഒന്നും പറഞ്ഞു പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് സാർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നതിൻ്റെ പിൻബലത്തിലാണ് ഇന്നും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഈശ്വരന്മാരെന്ന് പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് രവീഷ്ണൻ സാറും പുഷ്കരാക്ഷൻ സാറും അതേപോലെ തന്നെ സുരേഷ് ബാബു സാറും എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും ഓടിയെത്തുകയും അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫണ്ട് കളക്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ പറയുമ്പോഴേക്കും അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്ത് നമ്മോടൊപ്പം നിന്ന് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്ന ഇവർക്കെല്ലാവർക്കും, അതുപോലെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. പത്മനാഭൻ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ സാറ് ഇങ്ങനൊരു അലൂമിനി നമുക്ക് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് ഈ അടുത്ത സമയത്താണ്. അപ്പോൾ അതും സുരേഷ് ബാബു സാറും പുഷ്കരാക്ഷൻ സാറും വഴിയാണ് അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായ റിപ്പോർട്ട് എന്താണെങ്കിലും ഗ്രൂപ്പിലേക്ക് ഇടുന്ന സമയത്ത് എല്ലാവർക്കും കാണാവുന്നതാണ്. തൽക്കാലം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് കേൾക്കാൻ ആഗ്രഹം മുൻപ് കടന്ന് പഠിച്ചു പോയ ആൾക്കാരുടെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയാണ്. അത് കേൾക്കാൻ പുതിയ തലമുറയിലത്തെ ആൾക്കാർ വളരെ കുറവാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അതീവ താല്പര്യമുള്ളത് കൊണ്ട് ആരും പിശുക്കില്ലാതെ സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. SNCPA മെമ്പേഴ്സ്, എല്ലാവരും പണ്ടേ പറയുന്ന ഒരു കോട്ട് വെച്ചിട്ട് ഞാൻ തുടങ്ങുക. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് ശരിക്കും യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലായത് SNCPA പഴയ ബാച്ചുകൾ. ഇന്ന് തന്നെ നമ്മൾ കാണുന്നത് പണ്ട് ഉള്ള ബാച്ചസിലെ ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. ഓരോ വർഷം കൂടുമ്പോൾ അവർ മൂല്യം കൂടിക്കൂടി വരുന്നതായിട്ട് ഗോൾഡ് പോലെ തന്നെ പഴയതാകുന്ന മൂല്യം കൂടിക്കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതേപോലെ നമ്മളെ ഈ ഒരു SNCPA ഗ്രൂപ്പ് ഇനിയും മുന്നോട്ട് ഇതേപോലെ ഒരുമയോടെയും വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മളെ ചിരകാല അഭിലാഷമായിരുന്നു നമ്മളെ ലാബ് ക്ലാസ്സും നല്ലൊന്ന് റിനോവേറ്റ് ചെയ്യണം എന്നുള്ളതും ഇൻട്രാക്റ്റീവ് ബോർഡ്, ഇതൊക്കെ സ്വപ്നങ്ങളായിരുന്നു. അതിപ്പം യാഥാർത്ഥ്യമായത് പറയുന്ന ഫിസിയ 77 പിന്നെ ബാക്കിയുള്ള SNCPA 81 ബാച്ച്, ഇങ്ങനെ എല്ലാ ആൾക്കാരും പല കാര്യങ്ങളും നമുക്ക് ലാബിലേക്ക് ചെയ്തു തരുന്നുണ്ട്. ഇപ്പം ട്രഷറർ എന്ന നിലയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് അനുശ്രീ. നമ്മളെ ഇപ്പം രമ്യ ടീച്ചർ പറഞ്ഞ പോലെ അനുശ്രീ നമ്മളെ PG സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾക്ക് ക്രെറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു സ്കോളർഷിപ്പ് നമ്മൾ SNCPA ഭാഗ കോൺട്രിബ്യൂഷൻസാണ്
അപ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ SNCPA കോൺട്രിബ്യൂഷൻ ടു ആനിവേഴ്സറി എന്ന റിപ്പോർട്ടിൽ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ഇസ് 87,500 ആയിരുന്നു. നമ്മൾ ഓൺലൈനിൽ GPay വഴിയും പല ആൾക്കാരും എല്ലാ ബാച്ചസിന് ഒരേപോലെ പറയുമ്പോഴേക്ക് കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ 1977 ബാച്ചിൽ AN ഗിരീഷൻ സാറും 25,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലിട്ട് ടീച്ചേഴ്സും കൂടി ഇതേപോലെ 25,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് for anniversary contribution is 1,12,500 rupees. And the exclusive donation, അത് നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ 82 അലൂമിനി ലാപ്ടോപ്പ് ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്തിരുന്നു. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഏകദേശം ഒരു 85,000. വളരെ നല്ലൊരു ലാപ്ടോപ്പാണ് അവർക്ക് നമ്മൾ നൽകിയിരുന്നത്. പിന്നെ നമ്മൾ SNCPA ആനുവൽ മീറ്റ് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ നടത്തിയിരുന്നു. അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകം മെമ്പർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫിക്സഡ് വാല്യൂ ഒന്നും വെച്ചില്ല. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്ക് എന്തും തരാമെന്നുള്ള ഇതിലായിരുന്നു. കഴിഞ്ഞ വർഷം മുതലാണ് അത് തുടങ്ങിയത്. അപ്പം ബൈ ക്യാഷ് വി കളക്റ്റഡ് 18,100 rupees and by GPay 2,600 and the net total was 20,700 rupees. അപ്പം അതായിരുന്നു ഇൻകം ഫ്രം ദാറ്റ് രജിസ്ട്രേഷൻ എമൗണ്ട് വെച്ചിട്ടുള്ള അത്. പിന്നെ എക്സ്പെൻഡിച്ചർ ഈ പറയുന്ന പോലെ നമ്മൾ അന്നത്തെ കോഫി, ബാക്കി കാര്യങ്ങൾ, വട, പിന്നെ മൊമെൻറ്റോസ് 3 കുട്ടികൾക്ക് മൊമെൻറ്റോസ് കൊടുത്തിരുന്നു. പിന്നെ ബാക്കിയുള്ള പൊന്നാടിയും ഒക്കെ നമ്മൾ അണിയിച്ചിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 19,568. സോ ദ നെറ്റ് ബാലൻസ് ഇസ് 1,132 ആണ് ഇപ്പോഴും നിലവിൽ നമ്മളെ അക്കൗണ്ടിൽ ബാക്കിയുള്ള എമൗണ്ട്. സോ ദാറ്റ് ഈസ് ഷെയർഡ് ഇൻ ദ ഗ്രൂപ്പ്. എല്ലാ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫയൽസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വന്നാൽ നമ്മൾ ആ രജിസ്റ്റർ SNCPA കോൺട്രിബ്യൂഷനും ബാക്കിയുള്ള എല്ലാ ഓരോ ആനുവൽ മീറ്റിന് നടത്തുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ രേഖകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾ എല്ലാവരെയും ഇതേപോലെ ഒന്നും കൂടി ഉഷാറായിട്ട് അടുത്ത വർഷം കൂടി നമുക്ക് മീറ്റ് ചെയ്യണം. ഞാനും ഇതിനൊരു ഭാഗമാണ്. അത് എൻ്റെ കൂടെയുള്ള ബാച്ചിൻ്റെ ആൾക്കാരിപ്പം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആണെങ്കിൽ നമുക്ക് അടുത്ത വർഷം നന്നായിട്ട് ഇനിയും വലിയൊരു ഫംഗ്ഷനായിട്ട് നടത്താൻ പറ്റട്ടെ എന്നുള്ള ഒരു ആശംസയോടെ ഞാൻ നിർത്തുക. താങ്ക് യു. വി മസ്റ്റ് ഹാവ് എൻ അലൂമിനസ്. അപ്പോൾ കുറേ ബാച്ചസ് ഇങ്ങനെ ഓൾറെഡി കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് അന്ന് എക്സാം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കിട്ടി നമുക്ക്. ദാറ്റ് ഇസ് ആഫ്റ്റർ ദ തിയറി എക്സാം. പ്രാക്ടിക്കൽ എക്സാം വേഗം തന്നെ കഴിഞ്ഞു. അപ്പോൾ കുറേ സമയം കിട്ടി. അപ്പോൾ ഫൈനൽ BSc-കാരെല്ലാം ഫുള്ളി ഫ്രീ ആണ്. അവർക്കൊരു പണിയും ഇല്ല. എപ്പം വിളിച്ചാലും കോളേജിൽ വരാൻ വേണ്ടി റെഡിയുമാണ്. സോ ഐ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്. കോളേജിൽ വന്ന് ഓഫീസിൽ വന്നിട്ട് സ്റ്റാർട്ടഡ് കളക്ടിങ് ഓൾ ദി അഡ്രസ്സസ്. അഡ്മിഷൻ രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അഡ്രസ്സ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ പോസ്റ്റ് കാർഡ്, അന്ന് പോസ്റ്റ് കാർഡാണ്, 10 പൈസേൻ്റെ പോസ്റ്റ് കാർഡാണ്. എന്നിട്ട് നമ്മൾ എല്ലാവർക്കും പോസ്റ്റ് കാർഡ് അയച്ചു. ഒരുപാട് പോസ്റ്റ് കാർഡ് തിരിച്ചു. അന്ന് വാട്സാപ്പ് ഇത് ഇത്ര അഡ്വാൻസ് ഒന്നും ആയിട്ടില്ലല്ലോ അന്ന്. സോ പോസ്റ്റ് കാർഡ്സ് അയച്ചു. പോസ്റ്റ് കാർഡ്സ് കുറേ തിരിച്ചു വന്നു. ബാക്കിയുള്ള കുറേ ആൾക്കാർ റിപ്ലൈ ചെയ്തു. പിന്നെ അന്ന് മൊബൈൽ ഫോൺസും ഇത്ര പോപ്പുലർ അല്ല. ബട്ട് മെനി കെയിം ഹിയർ. അപ്പോൾ എന്നിട്ട് അന്ന് നമ്മൾ ഫിക്സ് ചെയ്തു, ഓക്കെ വിൽ ഡു. ആദ്യം തന്നെ ഒരു ഫോർമേഷൻ മീറ്റിംഗ് നടത്തി 2005 മെയ്യിൽ. പിന്നെ അതിന് ശേഷം നമ്മൾ 2005 ഡിസംബറിൽ ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ നടത്തി. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞു എല്ലാ കൊല്ലവും നമുക്ക് വിൽ ഹാവ് ഇറ്റ് ഓൺ എ ഫിക്സഡ് ഡേ. അപ്പോൾ ഡേ എന്നാ വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദ ഡേറ്റ്. ഐ സെഡ് ബിക്കോസ് സൺഡേ നമുക്ക് വേണമല്ലോ. സോ ഐ സെഡ് ഓക്കെ വിൽ ഹാവ് ഇറ്റ് എവറി ഇയർ ഓൺ ദ ലാസ്റ്റ് സൺഡേ ഓഫ് ദ ഇയർ. കൊല്ലത്തിൻ്റെ ലാസ്റ്റ് സൺഡേ നമുക്ക് എല്ലാ കൊല്ലവും നടത്താം. അപ്പോൾ എവറി വൺ ക്യാൻ റിമെമ്പർ ഇറ്റ്, എവറി വൺ ക്യാൻ ബി അവെയർ ഓഫ് ഇറ്റ്. പിന്നെ ഇതിൽ പിന്നെ വേറെ എന്താ കാണിച്ചാൽ വൈ ഐ എം ടെല്ലിങ് ദാറ്റ് ഈസ് അവെയർ ആവണം എന്നുള്ളതിൻ്റെ പറയാൻ കാരണം, സി നമ്മളിപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അയ്യോ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ബിക്കോസ് ഇഫ് യു കം ടു നോ ഇറ്റ് ഫ്രോം സംവെയർ, നമ്മളെ ഒരു അലൂമിനസിൻ്റെ ഒരു ഭാഗമാണല്ലോ. സോ ദിസ് ഈസ് അവർ യൂണിയൻ, ദിസ് ഈസ് അവർ അസോസിയേഷൻ, അല്ലെങ്കിൽ ഇത് നമ്മളെ കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ആളെ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇതാക്കേണ്ട കാര്യമോ ഏതെങ്കിലും ഒരാളെ പേഴ്സണൽ കാര്യമോ ഒന്നുമല്ല. ഇറ്റ് ഇസ് ഓഫ് എവ്രി വൺ ഇസ് വാട്ട്സ് എ വെരി ബിഗ് പാർട്ട് ഓഫ് ദിസ് ഹോൾ തിങ്. എല്ലാ ആൾക്കാരും ഈക്വലി ഇമ്പോർട്ടൻറ്റ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ഈക്വൽ ഇതാണ്. സോ ഒരാൾ ഇത് അങ്ങനെയില്ല, നമ്മളെല്ലാവരും അലൂമിനസാണ്, അത്രയേ ഉള്ളൂ.
സോ ഇനിയും അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. സോ നമുക്ക് ഇപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ന്യൂക്ലിയസ് മോസ്റ്റ് പവർഫുൾ സാധനം, എത്ര ചെറിയ സാധനം, റൈറ്റ്? സോ അധികം ഞാൻ പറയുന്നില്ല. പിന്നെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ വിൽ സ്റ്റാർട്ട് ഹാൻഡ്ലിങ് മീ, റൈറ്റ്? ബിക്കോസ് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന് വന്നതാണ്. സോ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ന്യൂക്ലിയസിനെ പറ്റി പറയുന്നില്ല, റൈറ്റ്? ഗോപാലകൃഷ്ണനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ബിക്കോസ് ഇവരായിരുന്നു എൻ്റെ ഫസ്റ്റ് ഞാൻ SN കോളേജിൽ വന്നിട്ടുള്ള പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഫൈനൽ ഇയർ BSc ബാച്ച് ഇവരായിരുന്നു. അന്ന് പിന്നെ ഫൈനൽ ഇയർ BScക്കൊന്നും നമുക്കൊന്നും ക്ലാസ് കൊടുക്കില്ല. ഈ ചെറിയ ചെക്ക് 22 വയസ്സിലെ ചെക്കൻ വന്നിട്ട് ഇവൻ എന്ത് പഠിപ്പിക്കാനാണ് ഫൈനൽ BSc എന്നുള്ള ചിന്തയായിരുന്നു. അന്ന് രാജൻ സാർ, AP രാജൻ സാറ്, പിന്നെ നടരാജൻ സാറ്, സാധവൻ സാറ്, രമണി ടീച്ചർ, മുകുന്ദൻ സാർ, ഓൾ സ്റ്റാൾ വേർഡ്സ്, മാണി സാർ, ഇവരെല്ലാം ഇടയിൽ എനിക്കെങ്ങനെയാണ് ഫൈനൽ BScക്ക് പഠിപ്പിക്കുന്ന 4 പേപ്പറേ ഉള്ളൂ ഫൈനൽ BScക്ക്. എവിടെ ചാൻസ് കിട്ടാനാ? ഒരു ഭാഗ്യം വന്നതെന്താ കാര്യം വെച്ചാൽ ഇവർക്കാർക്കും ഇലക്ട്രോണിക്സ് അധികം അറിയില്ല. അപ്പോൾ ഇലക്ട്രോണിക്സിൽ അന്ന് ഞാൻ എൻ്റെ സ്പെഷ്യലൈസേഷൻ പഠനം കോളേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ആൻസർ പറഞ്ഞു, എനിക്ക് ഇലക്ട്രോണിക്സ് അറിയില്ല. ഇതിപ്പോൾ ഞാൻ ആൻസർ ആണെന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, BScൻ്റെ ഇലക്ട്രോണിക്സ് ക്ലാസ് നീ എടുത്തോ. സോ ദാറ്റ് വാസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ പിന്നെ മുതലേ എപ്പോഴും ഫൈനൽ BScൻ്റെ ക്ലാസ്സസ് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ BScൻ്റെ ക്ലാസ് കിട്ടാൻ വേണ്ടി ആ ടീച്ചിങ് ഇതിലുണ്ടാകുമ്പോൾ ഫൈനൽ BScൻ്റെ ക്ലാസ് കിട്ടാൻ വേണ്ടി ഒരു ഭയങ്കര ആഗ്രഹമാണ്. ബിക്കോസ് ബാക്കി പ്രീ ഡിഗ്രി ഇതെല്ലാം നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഫൈനൽ BSc ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര, ബിക്കോസ് എനിക്കത് ഭയങ്കര ഇതായിരുന്നു. എന്താ കാര്യം വെച്ചാൽ ഞാൻ സെർസൈഡിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ ഡിഗ്രി ഇല്ല. അന്ന് സെർസൈഡ് ഒന്നും ഡിഗ്രി ഇല്ല. സെർസൈഡ് ഒന്ന് പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവിടെ ഡിഗ്രി ഉണ്ടായ സബ്സിഡറി ഉണ്ടായിരുന്നു. സബ്സിഡറീൻ്റെ 2 സീനിയർ ടീച്ചേഴ്സ്, അവർക്ക് മാത്രമേ സബ്സിഡറി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്നും കിട്ടില്ല. നമുക്ക് പ്രീ ഡിഗ്രി തന്നെ, പ്രീ ഡിഗ്രി, ഫസ്റ്റ് പ്രീ ഡിഗ്രി, ഫസ്റ്റ് പ്രീ ഡിഗ്രി, ഫസ്റ്റ് പ്രീ ഡിഗ്രി, ഫസ്റ്റ് പ്രീ ഡിഗ്രി ഇത് തന്നെ. സോ അതൊരു ഇങ്ങനെ ഒരു നോക്കി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. സോ അങ്ങനെ എനിക്ക് ആ കൊല്ലം ഇവരെ it was a very good batch. Even Sumod, Kishore, all are good students now. ഇപ്പോൾ എല്ലാവരും നല്ല വഴിക്കെത്തി. Now I just wanted to mention that അപ്പോൾ ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ ടൈപ്പ് അന്ന് മുതലേ ഉള്ളതാണ്. After that we used to be in good contact, right? And ഗോപാലകൃഷ്ണൻ is always a very good student. പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ ആരോട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എനിക്ക് ഭയങ്കര ട്രബിളായിരുന്നു വെച്ചാൽ എപ്പോഴും സംശയം ചോദിച്ചുകൊണ്ട് പോകും. അപ്പം നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഗുണം എന്താ വെച്ചാൽ വളരെ നല്ല കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികൾ. എന്താ കാര്യം വെച്ചാൽ ക്ലാസ്സിൽ പോയിട്ട് എന്തും പറയാം, ആർക്കും ഒരു സംശയമില്ല. വെരി ലക്കി ടീച്ചേഴ്സ്. കൊമേഴ്ഷ്യൽ ക്ലാസ്സിൽ പോയി കഴിയുമ്പോൾ പ്രിപ്പയർ ചെയ്യാനെല്ലാം പോയിട്ടുണ്ടെങ്കിൽ യു ഹാഡ് ഇറ്റ് വേർത്തു. സോ ഭയങ്കര ഇതാത്. അപ്പോൾ എന്താ കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം. അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെ വേണം. സോ ദാറ്റ് എന്നാൽ മാത്രമല്ലേ ഓരോ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയണം. You must be able to tell. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ we'll say, okay, we'll refer that, then we'll tell you later. So, okay, we'll come back to my this thing. അപ്പോൾ ഈ അലുമിനി അസോസിയേഷൻ്റെ ഐഡിയ അതായിരുന്നു. സോ ഇറ്റ് വാസ് ഗോയിങ് വെൽ നൗ. സോ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. സോ എനിക്ക് ഞാൻ അന്ന് എന്താ മനസ്സിൽ കണ്ടത് അതേപോലെ തന്നെ അതിപ്പോൾ നല്ലോണം പോകുന്നുണ്ട്. വി ആർ ഹാവിങ് ഗുഡ് ഫണ്ട്സും നല്ലോണം ഉണ്ട്. പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും ഒരു പുതിയൊരു സജഷൻ വിച്ച് ഐ വോണ്ട് ടു മേക്ക് അസ് ലൈക്ക് ഇപ്പം നമ്മൾക്ക് ഫണ്ട്സ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമ്മളെല്ലാം ചെയ്ത് ഐ ഫീൽ നമ്മളെ ഇവിടെ ഒരു ഫിസിക്സ് അസോസിയേഷൻ പറഞ്ഞിട്ടൊന്നുണ്ട്. നോട്ട് ദി അലുമിനി അസോസിയേഷൻ, ഐ ടോക്കിംഗ് ഓഫ് ഫിസിക്സ് അസോസിയേഷൻ. 3 കൊല്ലത്തെ കുട്ടികളും MSc-കാരും ഒക്കെ കൂടിയിട്ട് ഒരു ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ആയിട്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, യൂഷ്വലി എന്താ വെച്ചാൽ അവർക്ക് അസോസിയേഷൻ്റെ മീറ്റിങ്സ് അല്ലെങ്കിൽ അസോസിയേഷൻ ഇനോഗ്രേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2009 മുതലേ ഞാൻ ഇത് കണ്ടതാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ അസോസിയേഷൻ ഇന്നോഗ്രേഷനൊക്കെ വരുമ്പോൾ കുറേ കുട്ടികൾ ഉണ്ടാവില്ല. റീസൺ എന്താ വെച്ചാൽ അസോസിയേഷൻ ഇന്നോഗ്രേഷന് വേണ്ടിയിട്ട് ഓരോ കുട്ടിയും 200, 250 ഇങ്ങനെ ഒരു പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് വെച്ചിട്ടാണ് അസോസിയേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അഗ്രീഡ്, അസോസിയേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പൈസ വേണം, ഇല്ലാതെ ഒന്നും പറ്റില്ല, റൈറ്റ്? പക്ഷെ അങ്ങനെ കുറേ കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത കുട്ടികളുള്ളത് കൊണ്ടാണ് അന്ന് പലരും വരാണ്ടിരുന്നതെന്നുള്ള ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറേ ആൾക്കാരെ ഞാൻ തന്നെ ഞാൻ പറഞ്ഞാൽ അവർക്ക് നീ പൈസ വാങ്ങിക്കണം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ SN കോളേജ് ഫിസിക്സ് അലുമിനി അസോസിയേഷൻ വിൽ ഡു ഇറ്റ്, ഐ നോ. പക്ഷേ ഇവരെ കൈമേൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദാറ്റ് ഇസ് വിച്ച് ഇസ് ബീങ് ഹാൻഡിൽഡ് ബൈ ദി ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസിപ്പളും കൂടി ഹാൻഡിൽ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കണം, മറ്റല്ലാണ്ട് എങ്ങനെയെങ്കിലും ആയിട്ടുള്ള ഇതല്ല. അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫങ്ഷൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കുട്ടികളടിക്കുന്ന പൈസ പിരിപ്പിക്കേണ്ടി വരില്ല.
ഇപ്പോൾ ഉള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ബിക്കോസ് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. സോ ദോ സ്റ്റുഡൻസ് വേർ ദേർ യു കൻ തിങ്ക് അബൌട്ട് ദാറ്റ്. ദിസ് മൈ ഐഡിയ ഓൺലി. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഐഡിയ ആണ്, മറ്റ് എന്താ ഇതാക്കിയിട്ട് പറയുന്നില്ല. സോ ഇപ്പം നമുക്ക് ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ കിട്ടി, വി ആർ ഗിവൻ സോ മച്ച് ടു ദ കോളേജ്. സോ നമ്മൾ ആ കുട്ടികൾക്ക് ഇപ്പം വരുന്ന കുട്ടികളകത്ത് ഒരുപാട് കുട്ടികൾ കുറച്ച് പാവം കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിക്ക് പിന്നെ നമുക്കൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ യൂഷ്വലി ഇപ്പോൾ ഒരു സ്പീക്കർ വരും, ഞങ്ങൾക്ക് സ്പീക്കറിന് എന്തെങ്കിലും ഒരു ഇത് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ആ സ്പീക്കറിന് പൈസ കൊടുക്കണം. ഓക്കെ, യു വോണ്ട് ടു ഹാവ് എ ടീ ആൻഡ് എ സ്നാക്ക്, അപ്പോൾ അതിൻ്റെ പൈസ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ എക്സ്പെൻസസ് ഒക്കെ ഇല്ലാതാകുമ്പോൾ ചില സമയത്ത് നമ്മൾ അതിനെല്ലാം ഓരോ പ്രാവശ്യം അലുമിനിയെ വിളിച്ചിട്ട് ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതുണ്ടാവും. So if we can form a fund like that which is being operated by this, and any contribution at any time you can make into that. അതങ്ങനെ ഇപ്പോൾ ഇത്ര ഇത് ഇങ്ങനെ ഇത് അങ്ങനെ ഒരു വലിയ എമൗണ്ട് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അങ്ങനത്തെ ഒന്നുമില്ല. എനി സ്മോൾ എമൗണ്ട് വിച്ച് മേ ബി ഹെൽപ്ഫുൾ ടു ദി പീപ്പിൾ ഹു ആർ സ്റ്റഡിങ് ഓവർ ഹിയർ. ബിക്കോസ് അതല്ലാതെ നമ്മളിപ്പോൾ അവർക്ക് എന്താ നല്ല കുട്ടിക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, എവറിത്തിങ് വി ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി എത്രയോ മടങ്ങ് അപ്പുറത്തെത്തിപ്പോയി നമ്മൾ അലുമിനി അസോസിയേഷൻ. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് ദിസ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ഐ ഫീൽ ഇഫ് യു ഓൾ ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്, ബിക്കോസ് ഐ വോണ്ട് ടു പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ്. എന്നാലേ അത് റെക്കോർഡിൽ വന്നാലേ ബാക്കി എല്ലാവരും കൂടി ഡിസ്കഷനിൽ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞത്. റൈറ്റ്? വെൽ, നത്തിങ് എൽസ്. ഐ എം ഹാപ്പി ദാറ്റ് ഓൾ ഓഫ് യു കെയിം ഹിയർ. ലെറ്റ് us not worry about the strength, right? Let us worry that we are there. നമ്മൾ സ്ട്രെങ്ത്തെ പറ്റി നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എവറി വൺ വാസ് അഫ്രീഡ് 25 ആളുകൾ 30 ആളുകൾ 25 ആളോ 30 ആളോ അല്ല. ഹൗ മച്ച് സ്ട്രോങ് യു ആർ, ദാറ്റ് ഇസ് ദ തിങ്. നമ്പർ ഡസൻറ്റ് കൗണ്ട്, റൈറ്റ്? സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് നെക്സ്റ്റ് ഇയർ 28th ലാസ്റ്റ് സൺഡേ, December 28th ലാസ്റ്റ് സൺഡേ. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് വിൽ മീറ്റ് നെക്സ്റ്റ് ഇയർ, റൈറ്റ്? താങ്ക് യു. എൻ്റെ ബാച്ചിൽ 67 ബാച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം 4 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 2 പേർക്കും എന്താ അസുഖമായതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രം, ഞാൻ രാധാകൃഷ്ണൻ മാത്രമാണ് പങ്കെടുത്തത്. ഞാൻ അന്ന് ഇവിടെ പഠിക്കുന്ന കാലത്ത് താമസിച്ചിരുന്ന അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞൊരു കുഗ്രാമത്തിലാണ്. അവിടുന്ന് 7 മണിക്ക് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ 7:30 മണിക്ക് ബസ് സ്റ്റോപ്പിലെത്തി 15 കിലോമീറ്റർ സഞ്ചരിക്കാൻ അന്ന് 1.5 മണിക്കൂർ വേണം മേലേച്ചവ് എത്താൻ. അവിടെ നിന്ന് നടന്നിട്ടാണ് കോളേജിൽ വരിക. അതുപോലെ തിരിച്ചും കോളേജിൽ നിന്ന് മേലേച്ചവ് വരെ നടന്നിട്ടാണ്. വളരെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആണ് അന്നത്തെ കാലം. 1 ഉറുപ്പികയാണ് അന്ന് അച്ഛൻ തരിക ഒരു ദിവസത്തേക്ക്. അത് 25, 50 പൈസ ബസ്സിന്, പിന്നെ ക്യാൻറ്റീനിൽ 30 പൈസയാണ് ഊണിന്, പിന്നെ ഒരു ചായയൊക്കെ ആയാൽ ഒരു ഉറുപ്പിക കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട്. പിന്നെ ഞാൻ NCCയിലാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം രാത്രി 8 മണിക്കൊക്കെയാണ് വീട്ടിലെത്തുക. അതാണ് അന്നത്തെ കാലം. അന്ന് ഇത് ഓർമ്മിക്കുന്നത് AP രാജൻ മാഷ് മുതൽ ഇപ്പോഴത്തെ ദീപക് സാർ വരെയുള്ള എല്ലാ ഗുരുക്കന്മാരും ഓർമ്മിക്കാൻ പറ്റിയ ആളുകളാണ്. ദീപക് സാറിനെ മറ്റ് പല പേർക്കും എനിക്ക് ബന്ധമുണ്ട്. പിന്നെ അന്ന് എൻ്റെ കൂടെ അന്ന് കോളേജിൽ പഠിച്ചവർ ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പാൾമാരും മറ്റ് വളരെ ഉന്നത നിലയിൽ ഉള്ളവരുണ്ട്. പിന്നെ ഇവിടെ ഡോക്ടർ പത്മനാഭനെ പറഞ്ഞ പോലെ അത്ര ഉയരത്തിലുള്ള ആരുമില്ല. വിമൻസ് കോളേജ് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത മിസ്റ്റർ മോഹൻ റാം ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ വന്നിട്ട് കണ്ടില്ല. പിന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളിയൊക്കെ അതേ ബസ്സിലുള്ള പഠിച്ചാണ്. ഏതായാലും ഇങ്ങനൊരു അവസരം സംഘടിപ്പിച്ച അലുമിനി അസോസിയേഷനെ അഭിനന്ദിക്കുന്നു. ഞാൻ 74 ബാച്ചായിരുന്നു. ചെമ്പലോട് ഹൈസ്കൂളിൽ നിന്നും ഞാൻ റിട്ടയർ ചെയ്തു ടീച്ചറായിട്ട്. 74 ബാച്ചിലുള്ള എന്നെ മാത്രമേ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ ഒത്തുകൂടിയിരുന്നു 74 ബാച്ച്. അപ്പോൾ എന്തായാലും കുറച്ച് പേരുണ്ടാവുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട്
ഞാൻ മുൻകൂട്ടി ആരെയും ബന്ധപ്പെട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ ഒരുക്കാൻ നമ്മളെ ഗുരുനാഥന്മാരെ കുറച്ചുപേരെ എങ്കിലും കാണാൻ പറ്റുമായിരുന്നു. സാധാ സംസാരം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരിൽ കൂടുതലും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ തന്നെയാണ്. വളരെ സിൻസിയറായി കോർഡിയലായി ആയിരുന്നു നമ്മളെ ഗുരുതാക്കന്മാരെല്ലാവരും. നടരാജൻ സാറെ പിന്നെ മുകുന്ദൻ സാറെ എങ്ങനെ പറയുന്നവരും പലപ്പോഴും കണ്ടുമുട്ടാറുണ്ടെങ്കിലും മൺമറഞ്ഞു പോയ എല്ലാവരെയും ബഹുമാന പരസ്പരം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് തവണ ഇതിനേക്കാൾ നല്ല നിലയിൽ കൂടിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ രവീന്ദ്രൻ, താമസം ആദ്യകടലായി. ആദ്യമായി ഈ അസോസിയേഷന് വേണ്ടി ഒരു പ്രതിഫലേച്ഛ കൂടാതെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഇവർക്ക് നമസ്കാരം. പിന്നെ അതേപോലെ ഞാൻ വരുമ്പോൾ ചിന്തിച്ചതാണ് 64 മുതൽ 2023 വരെയുള്ള എല്ലാ ബാച്ചിലും ഓരോ ആളുണ്ടെങ്കിൽ ഈ ഹാള് നിറയുമായിരുന്നു. അതാ പ്രതീക്ഷിച്ചത്. ഇരിക്കാൻ പോലും സ്ഥലം കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ അത് തെറ്റി. പിന്നെ എൻ്റെ പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് 13 വർഷമായി ഞാൻ ഇവിടെ തന്നെ നാട്ടിലുള്ളത്. SM കോളേജിന് അടുത്ത് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടാണ്, ഒരു വർഷത്തിനും മുന്നെയാണ് ഞാൻ ഈ അസോസിയേഷനെ പറ്റി അറിയുന്നത്. അത് ഒരു വർഷം മുമ്പേ അറിഞ്ഞത്. അന്നേരം ഈ അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അങ്ങനെയാണ്. അതുമല്ലാതെ വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരെ പറ്റിയും എനിക്കൊരു വിവരമില്ലായിരുന്നു, ഒരു അറിവില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ആദ്യമായിട്ടാണ് ഈ ഒരു മീറ്റിങ്ങിൽ ഞാനിവിടെ വരുന്നത് തന്നെ. പക്ഷേ ഇപ്പം പ്രശ്നമില്ല. ഇപ്പോൾ മനസ്സിലായി നിങ്ങളുടെ പ്രവർത്തനങ്ങളും അതും ഇതെല്ലാം. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലി പറഞ്ഞാൽ 3 കുട്ടികളാണ്. 3 പേരും ബാംഗ്ലൂരാണ്. ഞങ്ങൾ ഇവിടെ ഇത് പിന്നെ ഞാൻ പ്രോപ്പർ മാംഗ്ലൂരിയാണ്, കർണാടകക്കാരനാണ്. ഇവിടെ സെറ്റിലായതാണെന്നേ ഉള്ളൂ, കണ്ണൂർ. കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോഴൊന്നുമില്ല, 100-200 വർഷത്തിന് മേലെ ആയി കാണും. എൻ്റെ പേര് ജയന്തൻ ചന്ദ്രോത്ത്, 1977 ബാച്ച്.
ഈ പുഷ്കരൻ, ഗിരീശൻ, അതുപോലെ രവീഷ്, ഇവരുടെ കൂടെയാണ് ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നത്. 1972 മുതൽ 77 വരെ ഈ കോളേജിൽ പഠിച്ചതാണ്. പഠിക്കുന്ന സമയത്ത് ഞാൻ അഴീക്കോടായിരുന്നു താമസം. അപ്പോൾ അഴീക്കോട് നിന്ന് അന്ന് 13 പൈസ കൊടുത്ത് കണ്ണൂർ ഇറങ്ങും, 10 പൈസ കൊടുത്ത് തോട്ടട ഇറങ്ങും. 1 രൂപ കൊണ്ട് ഒരു ദിവസത്തെ ചിലവെല്ലാം കഴിയായിരുന്നു. 50 പൈസ ക്യാൻറ്റീനിലെ ഊണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫിസിക്സ് പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു 10th കഴിഞ്ഞതിന് ശേഷം ഫിസിക്സ് തന്നെ പഠിക്കണം എന്നുള്ള ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഒഴുക്കിനനുസരിച്ചിട്ട്, അതായത് തൊട്ടടുത്തുള്ള LP സ്കൂളിൽ പോകും, പിന്നെ അടുത്തുള്ള ഹൈസ്കൂളിൽ പോകും. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എൻ്റെ മാമൻ്റെ മകൻ SM കോളേജിൽ ഫിസിക്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഫിസിക്സ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ഇവിടെ ജോയിൻ ചെയ്തു. പിന്നെ ഫിസിക്സ് ഇതിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു 5 കൊല്ലം ഇവിടെ പഠിച്ചു. പഠിച്ചതിന് ശേഷം പിന്നെ ഈ ജോലി കിട്ടുമെന്ന് ഇതായിരുന്നു കൂടുതൽ. ഹയർ സ്റ്റഡീസിന് പോകേണ്ട മാർക്കും ഉണ്ടായിരുന്നില്ല, അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം ഇന്നെല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് പകരം അന്ന് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡാണ് പഠിച്ചത്. അത് പഠിച്ച് പിന്നെ എനിക്ക് ഇത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ ഡൽഹിയിൽ ജോലി കിട്ടിയായിരുന്നു. പിന്നെ അവിടുന്ന് അതിന് എപ്പോഴോ എഴുതിയ PSC പരീക്ഷ അതിൽ ക്വാളിഫൈഡ് ആയതുകൊണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ കളക്ടറേറ്റിൽ DMO ഓഫീസിൽ ജോലി കിട്ടി. പിന്നെ DMO ഓഫീസിൽ ജോലി കിട്ടുമ്പോൾ പരീക്ഷ എഴുതി ഇൻഷുറൻസിലും ബാങ്കിലും കിട്ടി. പിന്നെ ഞാൻ ബാങ്കിലായിരുന്നു, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലായിരുന്നു ജോയിൻ ചെയ്തത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2016 ആഗസ്റ്റിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. പിന്നെ ഇവിടെ അധികം കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, കാരണം പലർക്കും സംസാരിക്കാനുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ വേറെ കാര്യമായി വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല. റിട്ടയർ ആയതിനു ശേഷം ഈ എന്തെങ്കിലും കൃഷി, ഗ്രോ ബാഗിൽ നമുക്ക് വേണ്ടുന്ന പച്ചക്കറി അത് ഇതെല്ലാം ഉണ്ടാക്കും. പിന്നെ രാവിലെ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്. ഓൺലൈൻ യോഗ ഒരു SB ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി അവരെ രാവിലെ ഒരു 5:30 മുതൽ 7 മണി വരെ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് ഉണ്ട്. ആ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ അധികവും ഇതുപോലെ പച്ചക്കറി കൃഷി അത് ഇതെല്ലാമായിട്ട് കഴിഞ്ഞു കൂടും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ നോക്കിയാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല. ഓരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ദയനീയമായ സത്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ദീപക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ കുട്ടികൾ പഠിപ്പിക്കാൻ വളരെ ഈസിയാണെന്നുള്ളത്. ശരിയാണ്, പക്ഷേ അതൊരു ദുരന്തമാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. കാരണം മഴ പെയ്താൽ പോലും കോളേജിൻ്റെ വരാന്തയിൽ കയറി നിൽക്കൂല എന്ന് പറയുന്ന ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചിരിക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ പണി പോകുമ്പോൾ എല്ലാവരും പോകും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേറൊരു രൂപത്തിൽ ഇതിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ശരിക്കും ഫിസിക്സ് നിലനിൽക്കില്ല. കാരണം ആർക്കും വേണ്ട. ഇപ്പോൾ എൻ്റെ നാട്ടിലൊരുത്തനുണ്ട് ഇവിടെ പഠിച്ചത്, ഞാൻ രാവിലെ വിളിച്ച് ഇന്ന് വരുന്നില്ലേ, അത് നിങ്ങൾ വയസ്സന്മാർ പോയാൽ മതി. അപ്പം അതാണ് അവരെ കാഴ്ചപ്പാട്, അതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ രൂപവും ഭാവവും മാറ്റി വേറൊരു തരത്തിൽ ഇതിനെ അവതരിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഈ സംഭവം മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മളെ മക്കളെ നമ്മൾ ഫിസിക്സിന് ചേർക്കുമോ? ഇല്ല. ഞാൻ ഫിസിക്സാന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഞാൻ ഫിസിക്സിന് ചേർക്കില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് എന്ത് ചോദ്യം, എന്തെന്ന്, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശരിക്കും ആ തരത്തിലേക്ക് ഇതിനെ മാറ്റി കുറച്ച് ഗവേഷണ സാധ്യതകളുള്ള കോഴ്സുകൾ തുടങ്ങാൻ മാനേജ്മെൻറ്റും അധ്യാപകരും ബാക്കി അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ അലുമിനി അസോസിയേഷൻ പോലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കും, അല്ലെങ്കിൽ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകും. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടി നമുക്കൊരു ശ്രമം നടത്തണമെന്നാണ് ഞാനൊക്കെ ഒരു അഡീഷണലായിട്ട് അലുമിനി അസോസിയേഷനോട് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിക്കുന്നതോടൊപ്പം വീണ്ടും അടുത്ത വർഷം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജയകുമാർ, 77 to 80. ഞാൻ ആക്ച്വലി ഡിഗ്രി ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത്, പക്ഷേ എക്സാം എഴുതിയില്ലായിരുന്നു. അന്ന് BSRB ആയിരുന്നു എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ. BSRB എഴുതി ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും എനിക്ക് അപ്പോയിൻമെൻറ്റും കിട്ടി. കാനറ ബാങ്കിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം അന്ന് പിന്നെ പ്രാക്ടിക്കൽ എക്സാമൊക്കെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു അവർ കോളേജ് ഉണ്ട്, അവിടെ പോയി ഒരു 3 മാസം കോച്ചിങ് നടത്തി പ്രാക്ടിക്കലൊക്കെ പാസ്സായി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ജോയിനിങ് ദ ബാങ്കിൽ നിന്ന് ഇപ്പോൾ 2020 ഡെപ്യൂട്ടി ജനറൽ, കാനറ ബാങ്കാണ്,
ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഞാൻ ഒരു 40 കൊല്ലം പയ്യന്നൂരായിരുന്നു. ഇപ്പോൾ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഐ ഹാവ് സെറ്റിൽഡ് അറ്റ് പയ്യങ്ങാടി. അതുകൊണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാ SN കോളേജിൻ്റെ അലുമിനീസ് എല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫിസിക്സ് അലുമിനിയെക്കുറിച്ച് അറിഞ്ഞത് ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, നമ്മുടെ സതീശൻ മാഷ് വഴി. അങ്ങനെ ഇതെൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് ഇവിടെ. വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് AK രാമേന്ദ്രൻ. മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യമില്ലെന്ന് തോന്നുന്നു. SN കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും SN കോളേജിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പങ്കെടുക്കാനും അത് വായിക്കാനും അത് അറിയാനൊക്കെയുള്ളൊരു ജിജ്ഞാസയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഞാൻ കുറ്റ്യാട്ടൂർ പോലുള്ള, നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു കുഗ്രാമത്തിൽ ജനിച്ച് അവിടുന്ന് ഞാൻ ഇന്ന് രാവിലെ ഞാനും ഡോക്ടർ സുജൻ്റെ കൂടെ വരുന്ന സമയത്ത് താഴെ ചൊവ്വ ഇറങ്ങിയിട്ടാണ് ബസ്സിന് നമ്മളിങ്ങോട്ട് വരുന്നത്, നടന്നു വരുന്നത്. അപ്പോൾ അവിടെ അന്നത്തെ എരുമകളുടെ വികൃതി തരങ്ങളും അതിൻ്റെ ചാണകത്തിൻ്റെ മണവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് കഥകൾ പറഞ്ഞ് SN കോളേജിലേക്ക് വരുന്ന നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള എന്തൊരു മാറ്റമാണ് നമ്മുടെ നാട്ടിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നാടൊക്കെ മാറിയിരിക്കുകയാണ്. ഓക്കെ, അതങ്ങനെ പോട്ടെ. ഞാനൊരു സെൽഫ് ക്രിറ്റിസിസം നടത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ കൂടിയത്, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ചാൾ സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മൾ പറയുന്നത് ആസ്വദിക്കാനൊക്കെ ഉണ്ടാവുക എന്നൊരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു വേദിയാക്കി ഇതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് മാറ്റണം. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് അസോസിയേഷനുകളുടെ സംഭാവന കുന്നുകൂടി കിടക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ വലിയ രീതിയിൽ സംഭാവനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ ഒരു ഉറപ്പ് വരുത്തണമായിരുന്നു. അതായത് ഒരു അസോസിയേഷനിൽ ഇപ്പോൾ ഒരു അലൂമിനി ഭാരവാഹിയോട് 2 ആളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ആൾക്കാർ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വരണമായിരുന്നു. അല്ലെങ്കിൽ ഇത്ര വലിയൊരു സംഘടനക്ക് ഇത്രയും വളരെ നാമമാത്രമായ, ഇപ്പോൾ എൻ്റെ ബാച്ചിൽ നിന്ന്, നമ്മുടെ 81 ബാച്ചിൽ നിന്ന് നമ്മളാണ് ഏറ്റവും സതീശൻ മാഷാണ് നമ്മുടെ കോർഡിനേറ്റർ, നമ്മുടെ അലുമിനിയുടെ 81 ഫിസിക്സിൻ്റെ. അപ്പോൾ 9 ആൾ ഇന്ന് വന്നിട്ടുണ്ട്. അത് സതീശൻ മാഷ് പ്രത്യേകം താല്പര്യമെടുത്ത് നമ്മളോട് പറഞ്ഞ് നമ്മളെ ഉത്സാഹഭരിതരാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ അസോസിയേഷനുകളും അലൂമിനികളും ശ്രദ്ധിക്കുമായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ഉഷാറാകുമായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഇത്തരം പരിപാടികളിൽ കുറച്ചും കൂടി അംഗസംഖ്യ ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ആകെ ഒരു ആവേശമായിരിക്കും പരസ്പരം. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഫിസിക്സ് പഠനത്തിൻ്റെ കാര്യം പറയും. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് സാങ്കേതികമായ സൗകര്യങ്ങൾ ഒരുപാട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന കോളേജിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഫിസിക്സ് ഈ അസോസിയേഷനായിരിക്കും ആക്കിയിട്ടുണ്ടാവും. അത് അതിൻ്റെ ഒരു ഒന്നാം ഘട്ടമാണ്. അത് നമ്മൾ വേണ്ട രീതിയിലൊക്കെ കുറേ ആക്കി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കുട്ടികളുടെ, ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളുടെ, ഇപ്പോൾ സതീശൻ സാറ് പറഞ്ഞ പോലെ ഫിസിക്സിനോടൊരു അഭിനിവേശം ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫിസിക്സിലേക്ക് കുട്ടികളെ ആകർഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആകർഷണം ഉണ്ടെങ്കിൽ അത് സ്വയം വരണ്ടു. അല്ലാണ്ട് നമ്മൾ ആകർഷിക്കാൻ വേണ്ടി ഒരു കാന്തം വെക്കേണ്ട കാര്യമില്ല. ഫിസിക്സ് അട്രാക്റ്റീവ് ആണ്, പക്ഷേ കുട്ടികൾ വരുന്നില്ല. മറ്റ് ചില തൊഴിൽ സാധ്യതകളും മറ്റൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, ചോക്ക് ആൻഡ് ടോക്കിൻ്റെ കാലത്ത് ഒരു ചോക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ ഫിസിക്സ് മാഷ് ദീപക് സാറിനെ പോലുള്ള ആൾക്കാർ, സപ്പോസ് ദിസ് ഈസ് എ സ്ഫിയർ എന്ന് പറഞ്ഞാൽ, ഞാനിത് പണ്ട് എപ്പോഴും പറയുന്നത്, സപ്പോസ് ദിസ് ഈസ് എ സ്ഫിയർ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൽ ഒരു 1 ഡയമെൻഷണൽ അല്ലെ 2 ഡയമെൻഷണൽ സ്ഥാനത്ത് നിന്ന് 3 ഡയമെൻഷണൽ മനസ്സിലേക്ക് ആ ഇമേജ് വന്നു കഴിഞ്ഞു. അത് അവരെ മനസ്സിൻ്റെ ഒരു വികാസമാണ്. മനസ്സിലാണ് ഈ ഭാവന ഉണ്ടാവേണ്ടത്. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റലിജൻസ് ഈസ് ഭാവന, ഇമാജിനേഷൻ ഈസ് ദി മേജർ പാർട്ട് ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുവാനുള്ള കഴിവ്, അത് ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അതിൽ ഒന്ന് തൊട്ടാൽ ആ സാധനം അവിടെ വരും. ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാവും. പക്ഷേ ഇത് എത്ര അതവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചോന്നറിയില്ല.
മനസ്സിലുള്ള വികാസത്തിലൂടെ വരുന്ന കാര്യമാണ്. അവിടെ അത് നിൽക്കുകയും അതിൻ്റെ അകത്തുനിന്ന് മറ്റു കാര്യങ്ങൾ റീജനറേറ്റ് ചെയ്യുകയും ക്രിയേറ്റീവ് മൈൻഡായി മാറുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രാഥമികമായ സൗകര്യങ്ങളൊക്കെ ഈ കോളേജിൽ ഏതാണ്ട് ഏർപ്പെടുത്തി കഴിഞ്ഞു ഇതോടുകൂടി എന്ന് എനിക്ക് തോന്നും. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, ഒന്ന് തെറ്റിദ്ധരിക്കരുത്, ഞാൻ കുറച്ച് സെൽഫ് ക്രിട്ടിക്കലായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഫിസിക്സിൽ നമ്മൾ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ കുട്ടികൾക്ക് ആകാശമാണ് ആദ്യം പറഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ടാണ്? ആകാശത്തെ നക്ഷത്രങ്ങളും മറ്റേ ഇതൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇൻക്വിസിറ്റീവ്നെസ്സാണ്. കുട്ടികൾ ജനിക്കുന്നത് തന്നെ, ശിശുക്കൾ ജനിക്കുന്നത് തന്നെ സയൻറ്റിസ്റ്റായിട്ടാണെന്നാണ് പറയുന്നത്. എല്ലാം അറിയാനുള്ള അവർ പഠിച്ചെടുക്കും, പെട്ടെന്ന് പഠിച്ചെടുക്കും. അതിനനുസരിച്ച് ഭാഷയൊക്കെ എങ്ങനെയാണ് അവർ പഠിക്കുന്നത്? അപ്പോൾ ഓരോ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് പിന്നെ മനുഷ്യൻ്റെ മുതിർന്നവരുടെ ഇടപെടൽ കൊണ്ട് അവരുടെ ശാസ്ത്രീയ അഭിനിവേശം കുറയുകയും ആ ഇൻക്വിസിറ്റീവ്നെസ് കുറഞ്ഞ് അവർ ഒരു തത്തമ്മേ പൂച്ച സ്റ്റൈലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പരിമിതമായ ഈ ചുറ്റുപാടിൽ നമുക്ക് ഈ തൊഴിലൊക്കെ കിട്ടലൊക്കെ കുറവാണെങ്കിലും ഈ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫിസിക്സ് അട്രാക്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് കുറേ ദീപക് സാർ ഇപ്പം പറഞ്ഞായിരുന്നു, പോപ്പുലറായിട്ടുള്ള ടോക്സ് കുട്ടികളെ വല്ലാതെ ആകർഷിക്കുന്നത്. നമ്മളൊരു സ്പെഷ്യൽ ഫീൽഡിൽ നമ്മളൊരു വലിയൊരു ടോക്ക് എക്സ്പേർട്ടിനെ കൊണ്ട് നടത്തുമ്പോൾ അവരെ ആകർഷിക്കാൻ പറ്റില്ല. അവരെ നില മെച്ചപ്പെടുത്താൻ പറ്റും, പക്ഷെ ആകർഷിക്കാൻ പറ്റില്ല. ആകർഷിക്കണമെങ്കിൽ ഇതുപോലുള്ള പോപ്പുലർ സയൻസിലുള്ള ടോക്സൊക്കെ വെക്കണം. പിന്നെ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ നോക്കുകയാണ്, ഇത് ഫിസിക്സിൻ്റെ അല്ലേ? അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ഒരു സംഭവം ലാബിലൊക്കെ വരുമ്പോൾ ഐൻസ്റ്റീനും ന്യൂട്ടണും ഇന്നത്തെ ശാസ്ത്രകാരന്മാർ ഇന്ന് കറണ്ട് ഫിസിക്സിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി കുട്ടികൾ വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകുന്ന മാഗസിൻ അതുപോലുള്ള ഇൻ്റർനാഷണൽ മാഗസിൻ ആയിരിക്കണം. സയൻറ്റിഫിക് അമേരിക്കൻ വളരെ നല്ലൊരു മാഗസിനാണ്. ന്യൂ സയൻറ്റിസ്റ്റ് കുറേ റിസർച്ച് പേപ്പറൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. പിന്നെ UGCൻ്റെ തന്നെ റെസണൻസ് എന്ന് പറഞ്ഞ വളരെ മനോഹരമായ അല്ലേ ഇവിടെ ഉണ്ട് തോന്നും അല്ലേ? സയൻസ് റിപ്പോർട്ടർ ഇവിടെയുണ്ട്. പണ്ട് സയൻസ് ടുഡേ ആയിരുന്നു, ആ സയൻസ് ടുഡേ ഇന്ന് എടുത്തു പോയല്ലോ. നമ്മൾ C. രാധാകൃഷ്ണൻ സാറൊക്കെ അതിൻ്റെ ടീമിൽ വർക്ക് ചെയ്ത ഒരാളാണ്, അതിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ നമ്മളെയൊക്കെ സയൻസിലേക്ക് ആകർഷിച്ചത് ഇത്തരം മാഗസിനുകളാണ്. ഈ ലൈബ്രറിയിൽ പോയിരുന്ന ഇത്തരം മാഗസിൻ വായിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം വല്ലാതാണ്. സയൻസ് പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ചില സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള IIT എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ പ്രാപ്തമാക്കുന്ന അത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് മറ്റു വിഷയങ്ങൾ, സാഹിത്യം എന്ന് പറയുന്നത്, പത്രം എന്ന് പറയുന്നത്, ഇതൊന്നും ഇല്ല വരികയും അതെല്ലാം അതിനകത്തെല്ലാം മാറ്റി നിർത്തി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഇംഗ്ലീഷോ വേറെ ഒന്നും പഠിപ്പിക്കില്ല, വലിയ സ്ഥാപനങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ഒരു പ്രോബ്ലം കൊടുത്താൽ, ഫിസിക്സിലെ പ്രോബ്ലം കൊടുത്താൽ വിത്തിൻ 5 മിനിറ്റ് എന്നുള്ളത് അത് 2 മിനിറ്റിനുള്ളിൽ ആ പ്രോബ്ലം ചെയ്തിരിക്കും. പക്ഷേ എന്താ പറ്റുന്നത്, ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ അവർക്കത് നേരിടാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയാകുമ്പം അവരെ മനസ്സിനുള്ള വികാസമില്ലാത്തത് കൊണ്ടാണ്. അത് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അലൂമിനിയുടെ പ്രോഗ്രാമിൽ ഒരുപാട് പേരുടെ പ്രോത്സാഹനം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള തോന്നൽ കൊണ്ട് ഇതിലേക്ക് കടന്നു വന്നതാണ്. പ്രധാനമായിട്ടും നമ്മളെയൊക്കെ നേരത്തെ തന്നെ അറിയുന്ന പുഷ്കരാക്ഷൻ സാറ്, പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട രവികൃഷ്ണൻ, പിന്നെ സതീഷ് സാറ് നമ്മളെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള പരിചയമാണ്. ബാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അസോസിയേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി കൊഴുപ്പുള്ളതാക്കണം. നല്ല ഒരു കോർപ്പറേറ്റ് ഫണ്ടിങ്ങിൻ്റെ തലത്തിലെത്തിക്കാവുന്ന ഒരു അസോസിയേഷനാണ് ഫിസിക്സ് അസോസിയേഷൻ. തുടർച്ചയായിട്ട് പിന്നെ നേരത്തെ ദീപക് സാറ് പറഞ്ഞതുപോലെ സ്റ്റുഡൻസിനെയും കൂടി ഇതിൻ്റെ പാർട്ട് ആക്കണം. അതായത് പ്രൊഫഷണൽ അസോസിയേഷനിലെ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ്
അങ്ങനെ അവരെ ഇതിൻ്റെ അകത്തേക്ക് ഭാഗവക്കാക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കും വലിയ പ്രത്യാശ നൽകേണ്ടതാണ്. പക്ഷേ ഇന്ന് സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേഷൻ ആരുമില്ല. നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞവരാണ്. ശരിക്കും അവരാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ രവീന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ എല്ലാ വർഷവും ഓരോരോ റെപ്രസെൻറ്റേറ്റീവ് അങ്ങ് വേണം. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ തവണ രവീന്ദ്രൻ സാറ് ഒരാളെ റെപ്രസെൻറ്റേറ്റീവ് ആക്കിയിരുന്നു. അവരുടെ പ്രൈമറി റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ മീറ്റിങ്ങിനെങ്കിലും ഇവിടെ പങ്കെടുക്കുക. അതിൻ്റെ കൂടെ അവരെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് വാക്ക് ദ ടോക്ക്. നമുക്ക് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചാണ് വേണ്ടത്. നമുക്ക് പറയുന്ന കാര്യം ചെയ്യുക. അതിലാണ് നമ്മൾ മുൻപിലോട്ട് വരിക. ഒരു കോമ്പറ്റീറ്റീവ് ഒരു അസോസിയേഷൻസ് ഉണ്ടാകുന്നത് പ്രൊഫഷണൽ ആയിട്ട് കുട്ടികളെ മാറ്റിയെടുക്കുന്നതിന് ഇന്ന് പലരും പല കാര്യങ്ങളും അറിയാനുള്ള ഉത്സാഹം ഉണ്ടെങ്കിലും ശരിയായ കാര്യങ്ങൾ അവരിലോട്ട് എത്തുന്നില്ല. അത് നമുക്കെങ്ങനെ മാറ്റിയെടുക്കാം? അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രീം ലൈന്, അല്ലെങ്കിൽ പോപ്പുലർ ടോക്ക്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ ചെയർ. ഞാൻ മുൻപ് പറഞ്ഞു, നമ്മുടെ നമ്പിശൻ സാറ് വന്ന സമയത്ത് നമ്പിശൻ സാറ് പറഞ്ഞു സഹ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്, നമുക്കൊരു സി വി രാമൻ ചെയർ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പൈസ വേണ്ടി വരും? ഏതൊക്കെ അസോസിയേഷനായിട്ട് നമ്മൾ ബന്ധപ്പെടണം? എങ്ങനെ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി കൂടെ നമുക്ക് പ്രായോഗികമായി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ രമ്യ മാഡത്തിനടുക്ക ഒരു ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു അവർ PhD ചെയ്യുന്നത് നാനോ ടെക്നോളജിയിലാണ്. എന്തുകൊണ്ട് നമുക്കൊരു നാനോ ലാബ് ഇവിടെ ഇല്ല? കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലൊരു നാനോ ലാബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നാനോ ലാബ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള അതുകൂടാതെ എല്ലാ വർഷവും ഒരു പ്രവർത്തന റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്കൊരു വിഷൻ റിപ്പോർട്ട് ഉണ്ടാക്കണം. ഞാൻ രമേശ്, എൻ്റെ പേര് രമേശ് MK. ഞാനിവിടെ 77 മുതൽ 82 വരെ പഠിച്ച 5 കൊല്ലം ഈ കോളേജിൽ പഠിച്ച. ഈ കോളേജിൽ ആ കാലത്ത് ഏറ്റവും നല്ലൊരു കോളേജായിരുന്നു. സ്പോർട്സ് ആയാലും സ്റ്റഡീസ് ആയാലും ഒരുപാട് റാങ്ക് കിട്ടുന്ന ഒരു കോളേജായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് പിന്നോട്ട് പോയി. പക്ഷേ വീണ്ടും നന്നായി വരുന്നതാണ് അറിയുന്നത്. എന്തായാലും എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും ആദ്യമായി വന്ദനം. എൻ്റെ ശരിയായ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. പക്ഷേ ഡോക്ടർ PMG നമ്പീശൻ എന്നാണ് ഞാൻ ഗ്രൂപ്പിലൊക്കെ എഴുതാറുള്ളത്. 1979 ഇവിടെ പ്രീ ഡിഗ്രിക്ക് വന്നു. 81 അത് കഴിഞ്ഞു. പിന്നെ 81 മുതൽ 84 വരെ BSc ഫിസിക്സ് ഈ കോളേജിലാണ് ചെയ്തത്. പിന്നീട് കോഴിക്കോട് സർവകലാശാലയിൽ വെച്ചായിരുന്നു MSc. അത് കഴിഞ്ഞ് കൽക്കത്തയിലെ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിലായിരുന്നു പിന്നീട് കഴിഞ്ഞ 38 വർഷം. അവിടെ PhD ചെയ്യാനാണ് പോയത്. PhD എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ തന്നെ ഫാക്കൽറ്റിയായി. ഈ കഴിഞ്ഞ മെയ് മാസം സീനിയർ പ്രൊഫസർ ഇൻ അപ്ലൈഡ് ന്യൂക്ലിയർ ഫിസിക്സ് ആ പദവിയിലിരുന്നുകൊണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ 4 മാസമായി നാട്ടിലാണ്. അതിനിടയിൽ ഒരേ ഒരു അലുമിനി മീറ്റിങ്ങിൽ മാത്രം ഞാൻ പങ്കെടുത്തിരുന്നു. അതിന് കാരണം ആ ഒരു ഡിസംബർ 29-ാം തീയതി മറ്റോ എന്തുകൊണ്ടാണെന്നറിയില്ല, ദീപക് സാർ എന്നെ എൻ്റെ ഫോണിൽ വിളിച്ചു. എൻ്റെ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ നാട്ടിലുണ്ട് പറഞ്ഞു. ആ നാട്ടിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാളെ അലുമിനി മീറ്റിംഗ് ഉണ്ട്, അതിൽ വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്ന് യാദൃച്ഛികമായി ഒരു അലുമിനി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അന്ന് കാരണമായില്ല. പിന്നീട് വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കൂടുതൽ പറയുന്നില്ല. പക്ഷേ അല്പം മുമ്പ് ഡോക്ടർ MK സതീഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് അടിവരയിടാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഫിസിക്സ് പഠിക്കാൻ ഇന്ന് കുട്ടികൾ വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തുകൊണ്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപോയ MD വാസുദേവൻ നായർ പറഞ്ഞ ഒരു വാചകം ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും അത് എൻ്റെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനിത് പറയാറുണ്ട്. MD പറഞ്ഞ ഒരു വാചകം എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വാചകമാണ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുണ്ടായി, ഇന്നലകളെ സംരക്ഷിക്കുമ്പോഴാണ് ഇന്നിനെ നമുക്ക് നാളെയുടെ കൈകളിൽ നഷ്ടപ്പെടാതിരിക്കുന്നത്. ഇന്നലകളെ സംരക്ഷിക്കുമ്പോഴാണ് ഇന്നിനെ നമുക്ക് നാളെയുടെ കൈകളിൽ നഷ്ടപ്പെടാതിരിക്കുന്നത്. അതായത്
നമ്മുടെ ഇന്നലകളെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമ്മൾ പ്രവർത്തിക്കുന്ന ഇന്നിനെ നാളത്തെ ജനങ്ങൾ സംരക്ഷിക്കുകയുള്ളൂ. കാരണം നാളെ ജീവിക്കുന്ന ജനങ്ങളുടെ ഇന്നലെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മളെയൊക്കെ നമ്മളാക്കിയത് ഈ ഫിസിക്സ്, ഈ ഭൗതിക ശാസ്ത്രം ആണെങ്കിൽ അതിനെ നിലനിർത്തേണ്ടതും അതിനെ പരിപോഷിപ്പിക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ഭൗതികശാസ്ത്രം പഠിക്കാൻ കുട്ടികൾ വരുന്നില്ല എന്ന് വെച്ചാൽ കാരണങ്ങൾ പലതാവാം. ഞാൻ ഒന്നും പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും പറയേണ്ടി വരുന്നതാണ്. ഞാൻ ഇവിടുന്ന് MSc കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ PhDക്ക് വേണ്ടി അപേക്ഷിച്ചു. ഭുവനേശ്വറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിൽ അപേക്ഷിച്ചു. കൊൽക്കത്തയിലെ സഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിൽ അപേക്ഷിച്ചു. ഈ 3 സ്ഥലത്തും ഞാൻ സെലക്റ്റഡ് ആയിരുന്നു. PhD കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി പാറശാല മുതൽ ഇങ്ങ് മഞ്ചേശ്വരം വരെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഞാൻ അപേക്ഷ നൽകി ഇൻ്റർവ്യൂവിനും ചേർന്നു. ഒരു യൂണിവേഴ്സിറ്റിയും എന്നെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് സത്യം. അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാളും എന്നെ സെലക്ട് ചെയ്തില്ല. അപ്പോൾ അതാണ് സത്യം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ MT വാസുദേവൻ നായർ എഴുതിയതിനേക്കാൾ കൂടുതൽ ബൃഹത്തായ നോവൽ എനിക്ക് എഴുതേണ്ടി വരും. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം പറയേണ്ടത് നമ്മുടെ പ്രൊഫസർ ദീപകിനെ കുറിച്ചാണ്. അദ്ദേഹം എന്നെ പ്രത്യേകിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഞാനതിന് അറിയുന്നത്. അതൊരു ഇഷ്യൂ ഒക്കെ അല്ല സാർ, ഞാനൊരു എന്താ പറയുക പോയിൻ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ആക്കുകയല്ല. പക്ഷേ സാധാരണ നമ്മൾ ചില അധ്യാപകരെ കുറിച്ച് കുട്ടികൾ പറയാറുണ്ട്, ഓ ഹീസ് ആൻ അബ്സല്യൂട്ട് ടെറർ. ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത സഹായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ സ്ഥാപകനായിരുന്ന പ്രൊഫസർ മേഘനാർ സാഹിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, ഹി വാസ് ആൻ അബ്സല്യൂട്ട് ടെറർ ഇൻ ദ ക്ലാസ്. ഏതെങ്കിലും അധ്യാപകർ ഒന്നിച്ചു ചേർന്ന് ഒരു സ്റ്റുഡൻറ്റിനെ ആബ്സല്യൂട്ട് ടെററിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കുറിച്ചായിരിക്കും. കാരണം സാറ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ സ്വഭാവം അങ്ങനെയായി വേണ്ടത്. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ദീപക് സാർ പിന്നെ അന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നു സാറ് നേരത്തെ പറഞ്ഞല്ലോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദീപക് സാറിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം കയ്യിൽ ഒരു പുസ്തകമോ ഒരു പേപ്പറോ ഇല്ലാതെ ആ എമിറ്റർ ഫോളോവർ സർക്യൂട്ടും അല്ലെങ്കിൽ ഡാർലിംഗ്ടൺ ടയറും അല്ലെങ്കിൽ മറ്റെന്താണ് കോൺസ്റ്റൻറ്റ് എമിഷൻ കോൺഫിഗറേഷൻ ഇതൊക്കെ ബോർഡിൽ വരയ്ക്കുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് പോലും ഒരു തെറ്റുമില്ലാതെ പുസ്തകത്തിൽ കൊടുത്തതിനേക്കാൾ മനോഹരമായിട്ട് അദ്ദേഹം ആ സർക്യൂട്ട് ഡയഗ്രാമൊക്കെ ബോർഡിൽ വരയ്ക്കും. ഒരു പ്രാവശ്യം എന്തോ വരച്ചു, അപ്പോഴത്തേക്കും മണി മുഴങ്ങി. സാറ് പോയി. സാർ അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. അടുത്ത ക്ലാസ്സിൽ വന്ന സമയത്ത് സാർ അതിനെക്കുറിച്ചൊന്നും പറയാതെ അദ്ദേഹം അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, സർ കഴിഞ്ഞ തവണ സാറ് പിന്നെ ഇത് സർക്യൂട്ട് ഡയഗ്രാം വരച്ചോളൂ, സാറൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെയാണ് സാറിന് കുറച്ച് സാറെന്താ പറഞ്ഞു, എന്താണ് ദർ ആർ സെവറൽ തിങ്സ് വിച്ച് യു ഹാവ് ടു റീഡ് ബൈ യുവർ സെൽഫ് എന്ന് സാറ് പറഞ്ഞു. ഉടനെ അവന് ദർ ആർ സെവറൽ തിങ്സ് വിച്ച് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ക്ലാസ് എന്ന് ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, ഗുരുത്വദോഷമായി പറഞ്ഞു പോയി. ഞാൻ അങ്ങനെ തന്നെ മറുപടി കൊടുത്തു. സാറ് വളരെ ദേഷ്യം വന്ന് കയ്യിലെ ചോക്കും ഡസ്റ്ററൊക്കെ വലിച്ചെറിഞ്ഞ് യു ഷുഡ് നോ ഹൗ ടു റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ വ്യക്തിബന്ധത്തെ പിന്നെ ബാധിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളതൊക്കെ എന്നേ മറന്നു. അതൊക്കെ പിന്നിൽ എന്താ പറയുക, ജീവിതത്തിൽ പിമ്പിലിട്ടു പോന്നതിൽ ഒന്നുമേ വിഫലമായി പോയി എന്നറിവു ഞാൻ എന്നാണ് വിശ്വമഹാകവിയായ ടാഗോർ പാടിയത്. അപ്പോൾ അതുപോലെ അതൊക്കെ പിന്നിലിട്ടു, ഞങ്ങൾ മുന്നോട്ട് പോയി. അദ്ദേഹമായിട്ട് എന്നും നല്ല വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം എന്നെക്കുറിച്ച് വളരെ പിന്നെ നന്നായിട്ട് മറ്റുള്ളവരോട് പറയാറുണ്ട് എന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ട് സന്തോഷം സർ. 4-മത്തെയോ 5-മത്തെയോ തവണയാണ് ഞാൻ ഇവിടെ ഫിസിക്സ് അലുമിനി മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. പലപ്പോഴും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം കുറേ വർഷം കേരളത്തിലുണ്ടായിരുന്നില്ല, ബോംബെയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നാട്ടിൽ വരുന്നത് വളരെ ചുരുക്കം തവണയായതുകൊണ്ട് ഈ ഡിസംബർ വെക്കേഷനൊന്നും പലപ്പോഴും വരാൻ പറ്റാറില്ല. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ആൾക്കാരെ പരമാവധി പങ്കെടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ ബാച്ചിലുള്ള ആരും വന്നിട്ടുമില്ല. ഞാൻ കുറേ വർഷം ഞാൻ പഠിച്ചത് ഫിസിക്സ് ആണെങ്കിലും ചെയ്ത ജോലി സെയിൽസാണ്. ജോൺസൺ & ജോൺസൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഒരു 18 വർഷത്തോളം വർക്ക് ചെയ്തു. വെസ്റ്റ് ഇന്ത്യയുടെ സെയിൽസ് ഹെഡായിട്ട് അവിടുന്ന് കിറ്റ് ചെയ്തു. കഴിഞ്ഞൊരു 2 വർഷമായിട്ട് സ്വന്തമായിട്ട് കൊച്ചിനിൽ ബിസിനസ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു, പിന്നെ
ഈ ഫിസിക്സ് പഠിക്കാൻ ആൾക്കാർ വരുന്നില്ല എന്നുള്ള കുറേയധികം ഞാൻ ഒരു സെയിൽസ് ആംഗിളിൽ ഞാൻ വർക്ക് ചെയ്തൊരു ആംഗിളിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഏത് സംഗതിയും ഞാൻ ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അല്ലെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ഒരു മാർക്കറ്റിങ്ങും ഒരു സെയിൽസും ഉണ്ട്. പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആകുന്ന രണ്ട് ടെർമിനോളജിയാണ് മാർക്കറ്റിങ്ങും സെയിൽസും. പല ആൾക്കാരും അത് ഒന്നാണെന്ന് വരെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ സിമ്പിൾ വേർഡ് മാർക്കറ്റിംഗ് ഈസ് ക്രിയേറ്റിംഗ് വാല്യൂ ആൻഡ് സെയിൽ ഈസ് എക്സ്ചേഞ്ചിങ് വാല്യൂ. യു ഗിവ് എ വാല്യൂ, ടേക്ക് എ വാല്യൂ, ദാറ്റ് ഈസ് സെയിൽസ്. ആൻഡ് ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ വാല്യൂ ഇൻ എനിത്തിങ് ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്. സോ എനിക്ക് തോന്നുന്നത് ഫിസിക്സിൻ്റെ ഒരു ദുരവസ്ഥക്ക് കാരണം ദർ ഇസ് നോ മാർക്കറ്റിംഗ്. കാരണം നോ വൺ ഫൈൻഡ്സ് വാല്യൂ ഇൻ ഫിസിക്സ്. ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ BSc ഫിസിക്സ് അല്ലെ MSc ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ്, അതിൻ്റെ അകത്തൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പലപ്പോഴും സംഭവിക്കാത്തത് അതുതന്നെയാണ്. ഞാൻ ഫിസിക്സിന് ചേരുന്ന സമയത്ത് എൻജിനീയറിങ്ങിനൊന്നും എൻട്രൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ തിരിച്ചിട്ട് ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യം, ടെക്നിക്കലായിട്ടുള്ള ഒരു ജോലിക്കൊക്കെ ഒരു സാധ്യത ഫിസിക്സ് പഠിച്ചാലാണെന്നുള്ള ഒരു തോന്നലിലാണ് അങ്ങനെ ഫിസിക്സിന് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം, എനിക്ക് അറിയില്ല അത് ഇപ്പോഴത്തെ കരിക്കുലത്തിലുണ്ടോ അല്ലെങ്കിൽ അവിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പലർക്കും ഒരു ഐഡിയ ഇല്ല. ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, അതിനെപ്പറ്റിയുള്ള ഐഡിയ ഇന്നത്തെ പല തലമുറകൾക്കും ഇല്ല. അവരെ ഗൈഡ് ചെയ്യാൻ, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ഫിസിക്സിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എവിടെയൊക്കെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളൊരു സാധ്യതകൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ഫിസിക്സിലേക്ക് കുറേയധികം കുട്ടികൾ ഇനിയും വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വെരി കോൺഫിഡൻറ്റ്. സോ വേറെ ഒന്നും പറയാനില്ല. ഈ വർഷം ശ്രമിച്ചില്ലെങ്കിലും അടുത്ത വർഷം എങ്ങനെയായാലും നമ്മുടെ ബാച്ചിലുള്ള 93 ബാച്ചിലുള്ള കുറേ പേരെ കൂടി ഉൾപ്പെടുത്താൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. വരുമ്പോൾ തന്നെ കണ്ട കാഴ്ച ഈ പൊന്നാട അണിയിക്കുന്നതായിരുന്നു അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഓരോ ബാച്ച് രവീഷ് സാറ് വിളിക്കുന്നുണ്ടായിരുന്നു. കുറച്ചേ അവിടെ കണ്ടിട്ടുള്ളൂ. ഇതിന് പോലെ മാനദണ്ഡം തന്നെ നേരത്തെ സതീഷ് സാറ് പറഞ്ഞ പോലെ ഏത് ബാച്ച് നിർത്തിയതാണോ? അല്ല, ഇപ്പം അതിലിടക്ക് വേറൊരു സംഭവം ഉണ്ടായത്, അധികകാലം പോകില്ലെന്ന് ആരോ പറഞ്ഞു. പിന്നെ നമുക്ക് കിട്ടൂലല്ലോ. ഈ 95 ബാച്ചിൻ്റെ പൊന്നാട അണിയിക്കുന്ന ഒരു സമയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുവരെങ്കിലും പോകണം, കഴിഞ്ഞിട്ടില്ലേ കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ദേവസ് സാർ എൻ്റെ തുടക്കം പറഞ്ഞ ആ വർഷം മുതൽ ഞാനും 95 ബാച്ചിലെ പ്രതിനിധിയായിട്ട് ഞാനുണ്ടായിരുന്നു. ദേവസ് സാറ് വിളിച്ചപ്പോഴും കിട്ടുന്ന ഒരാളായതുകൊണ്ടാണ് ഇതിൻ്റെ ആലോചനാ യോഗം മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഇത്ര വർഷമായി. സിൽവർ ജൂബിലി അടുത്ത വർഷം അല്ലേ? 20 ഓക്കെ 20 വർഷത്തെ യാത്രയാണ് നമ്മൾ SNCPA ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ വർഷവും നമ്മുടെ ബാച്ചിലെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. പക്ഷേ നമ്മുടെ ബാച്ച് ഫിസിക്സിൽ 95 കുറച്ച് ആൾക്കാരെ ഓൾറെഡി ഉണ്ടായിട്ടുള്ളൂ അല്ലേ. അവരെ തന്നെ പിന്നെയും ചുരുങ്ങിയിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കുള്ളൊരു ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ടൊരാളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു ബാച്ചിന് അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരും ഇല്ലെങ്കിലും നമ്മുടെ പ്രതിനിധി ഇവിടെ ഉണ്ടെന്നുള്ള സന്തോഷം നമുക്കുണ്ട്. ഇന്നിപ്പോൾ വന്നത്, ഞാനിപ്പോൾ ഫിസിക്സ് അങ്ങനെ ആൾക്കാരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം, ഞാനിപ്പോൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ് കാടച്ചിറ ഹൈസ്കൂളിൽ. ജീവിതത്തിൻ്റെ യാത്ര ഇങ്ങനെ കുറേ കറങ്ങി അവിടെ എത്തിച്ചേർന്നപ്പോൾ 22 വർഷമായ അധ്യാപക ജോലിയിലാണ്. ഫിസിക്സ് പഠിച്ചുകൊണ്ട് നേരത്തെ ഷാജി പറഞ്ഞ പോലെ ഫിസിക്സ് പഠിക്കാൻ എന്തിനെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഹൈസ്കൂളിൽ തന്നെ നമ്മളെ സ്വാധീനിച്ചൊരു അധ്യാപകൻ, പേര് പറയേണ്ട പറ്റില്ല, AK ചന്ദ്രമാഷായിരുന്നു ഫിസിക്സിലെ നമ്മളൊക്കെ കുറച്ചുകൂടെ താല്പര്യം ജനിപ്പിച്ചൊരു അധ്യാപകൻ. ആ അധ്യാപകരുടെ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞങ്ങനെ ഞാനോട് വന്നപ്പോൾ ശ്രദ്ധിച്ചത്, ഫിസിക്സ് പഠിച്ചു പോയി എന്ന് പറയുന്ന പല മേഖലകളിലുള്ള ആളുകൾ, ഇപ്പം ലാസ്റ്റ് സംസാരിച്ച സാറ് വളരെ കാവ്യാത്മകമായിട്ടാണ് സംസാരിക്കുന്നത്. ശാസ്ത്രലോകത്ത് നിന്നല്ല, സതീഷ് സാറെ പ്രസംഗമൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പോൾ ഫിസിക്സ് പഠിച്ചുകൊണ്ട് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളിലുള്ള, നേരത്തെ രാജീവ് സാറ് സംസാരിച്ചു, രസകരമായിട്ടാണ് സംസാരം മുന്നോട്ട് കൊണ്ടുവന്നത്. ശാസ്ത്രം പഠിച്ചിട്ട് ചെയ്ത ജോലിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല അവർ പറയുന്നത്. അപ്പോൾ വായന അനുഭവം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ സ്വല്പമൊക്കെ വായിക്കുന്ന ആളാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ബാച്ചിൽ വേറൊരു സുഖം ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ടത്, ഇയാൾ നമ്മുടെ ബാബു പട്ടോളി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. കായിക രംഗത്ത് നമുക്കൊരു സംഭാവന നമ്മൾ കൊടുത്തിട്ടുണ്ട് SM കോളേജിൽ. അപ്പം ബാബുവിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ചാല വയലിൽ കളിച്ച് വളർന്ന ബാബു യൂണിവേഴ്സിറ്റി വന്നു, നമ്മുടെ സ്കൂളിലെ കോളേജിൻ്റെ ക്യാപ്റ്റനായി നമ്മൾ ടീമിനെ നയിച്ച ആളാണ്. 95 ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ സുരേഷ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ കേട്ടത് കുറേ സംഗീതം. ആ സമയത്തും കലാപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടാറുണ്ടായിരുന്നു. സുരേഷിൻ്റെയൊക്കെ വളരെ നിർബന്ധത്തിൻ്റെ പുറത്ത് നമ്മളൊരു ഭൂകമ്പം, ലാത്തൂർ ഭൂകമ്പത്തെ ആസ്പദമാക്കിയിട്ടൊരു നാടകമൊക്കെ നമ്മളത് ചെയ്തിരുന്നു 95 നമ്മുടെ ഡിഗ്രി ലാസ്റ്റ് ഇയർ. ഇപ്പോൾ സുരേഷ് വന്നിട്ട് കുറേ നാളായി കാണാത്തത്, അയാളുടെ കയ്യിൽ ഒരുപാട് പാട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഫിസിക്സ് പഠിച്ചതിൻ്റെ കൊണ്ടാണ് അയാൾ ആ പാട്ടുകളെ കമ്പോസ് ചെയ്തിട്ട്
അദ്ദേഹത്തിൻ്റെ വരികളെ കമ്പോസ് ചെയ്ത് കേട്ട പാട്ട് കുറച്ച് ഞാൻ കേട്ടു. അത് നമ്മൾ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. പറയുന്നുണ്ടോ ബാബു? ബാബു ആദ്യമായിട്ട് വരികയാണ്. ഞാനിവിടെ എപ്പോഴും സംസാരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. ഫിസിക്സ് പഠിച്ചു, പിന്നെ അതുകൊണ്ട് തന്നെയുള്ള കുറേ മേഖലകൾ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എനിക്കൊരു ഇൻ്റർവ്യൂവിന് അവിടെ പോയപ്പോഴാണ് നമ്മളിവിടുത്തെ നാരായണൻ സാറല്ലേ നേരത്തെ അവിടെ 64 അവിടെ 30 ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടിയതാണ്. ആ സമയത്തൊരു 14ാമത്തെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിലും കിട്ടി. അത് സെലക്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതൊക്കെ അനുഭവമാണ്. എത്രയോ കാലം കഴിഞ്ഞിട്ട് എസ് എൻ കോളേജിൽ ഒരാളെ കാണുന്നു. അന്ന് ഞാൻ കണ്ണൂരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മുമ്പ് ഇൻ്റർവ്യൂ ബോർഡിൽ പരിചയപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കാം, ചില മടങ്ങി വരലുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് കേട്ടതുകൊണ്ട് സുരേഷ് സംസാരിക്കുക എന്ന് പറഞ്ഞു. സുരേഷിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം. പുതുവേഷങ്ങൾ ഇനിയും വരും, ഈ യാത്ര ഇനിയും തുടരും. നാമെല്ലാം ജീവിതത്തിൻ്റെ തുടർയാത്രക്കാർ, നാമെല്ലാം ഇരുളും പകലും താണ്ടി പോകുന്നവർ. സ്നേഹവും ദുഃഖവും പകുത്തു പല വഴിക്കായി നൽകും. ഒടുവിലൊരു വിളിയിൽ നാം എങ്ങു പോകും. തുടരും ഈ യാത്ര ഇനിയും തുടരും, പുതുവേഷങ്ങൾ ഇനിയും വരും, ഈ യാത്ര ഇനിയും തുടരും. കതിർമണ്ഡപത്തിലാരോ ഒരു താലിച്ചരട് കെട്ടി, അന്യമായവർ നമ്മൾ ഒന്നാകുന്നു. പല ബന്ധങ്ങൾ പുതുബന്ധനങ്ങൾ നമ്മൾ ഒത്തുചേരുമ്പോൾ നമുക്കായി മാത്രം പുതുചോരക്കാലുകൾ പിറയ്ക്കുന്നു. ബാബു വട്ടവളയാണ്. ഇപ്പം പിന്നെ ബിസിനസ് ചെയ്യായിരുന്നു. മകള് കുസാറ്റിൽ ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കുന്നത് 4th ഇയർ ആണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ എവിടെയെങ്കിലും ചാൻസ് കിട്ടുമെന്നോ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരണം. കുറച്ച് കമേഴ്ഷ്യലായിട്ട് കൂടെ നമ്മൾ തിങ്ക് ചെയ്യണം. അപ്പോൾ കുറേ ആൾക്കാർ അഴീക്കോട് സ്കൂളിൽ അധ്യാപകനായി ഫിസിക്സ് അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. ഇത് ശ്രീനിവാസൻ നമ്മുടെ അതേ ബാച്ചിലാണ്. ഇപ്പോൾ ചെന്നൈയിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു, പരിചയപ്പെടുന്നുണ്ടാവും. നേരത്തെ ഇവിടെ പറഞ്ഞ സതീഷ് സാറും ഒക്കെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ അനുഭവമുള്ളൊരു കാര്യമാണ് ഫിസിക്സിലുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെ ആൾക്കാർ കുട്ടികളത് ചൂസ് ചെയ്യാനുള്ളൊരു വിമുഖത കാണിക്കുന്നുണ്ട്. അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഫിസിക്സിൽ താല്പര്യം ഉണ്ടാക്കണം. പക്ഷെ അതിനുള്ള പ്രവർത്തനങ്ങൾ അത് അലുമിനിയൻ്റെ ഭാഗമായിട്ട് അതൊരു മുഖ്യ അജണ്ടയാക്കി വെക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ പിന്നെ പല ക്ലാസ് റൂമുകളും പിന്നെ ലാപ്ടോപ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിപാടികൾ, വർക്ക്ഷോപ്പുകൾ പോലുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം ഇപ്പം റീൽസ് കാണുന്ന ഒരു തലമുറയാണ്. അത് ഓരോ കാലഘട്ടത്തിൽ ടെക്നോളജി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെയുള്ള തലമുറയായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ സമയം വളരെ ചെറിയ 12 സെക്കൻഡിനുള്ളിലുള്ള അറ്റൻഷൻ സ്പാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ക്ലാസ് റൂം ഇവിടെയുള്ള അധ്യാപകർ എല്ലാവരും 3/4 ആൾക്കാരും അധ്യാപകരാണ്. അപ്പോൾ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണത്. കാരണം ഈ സോഷ്യൽ മീഡിയയും അതിൻ്റെയൊക്കെ പിന്നെ അതിൻ്റെ വർണ്ണശബളമായ ഒരു ലോകത്തിൽ നിന്ന് ഫിസിക്സിൻ്റെ ലോകത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ അഡ്മിഷനിൽ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഫിസിക്സാണ്, ഫസ്റ്റ് പ്രിഫറൻസ്. അത്രയും ഡിമാൻഡായിരുന്നു കിട്ടാൻ. അപ്പോൾ അതിനുശേഷം കെമിസ്ട്രി മാത്സൊക്കെ വരുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വരിക എന്നുള്ളത് വളരെ
സങ്കടകരമായ കാര്യമാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ചിലയിടയ്ക്ക് M.Tech പോലും ആൾക്കാരില്ല എന്നുള്ളൊരവസ്ഥയാണ്. എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് വളരെ നല്ലൊരു കാര്യങ്ങൾ കിട്ടി, കരിയർ ഗൈഡൻസ് കിട്ടി. കരിയർ ഗൈഡൻസിനെ പറയുകയാണെങ്കിൽ എൻ്റെ ഫിസിക്സ് ഫൈനൽ ഇയർ സമയത്താണ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഡ്മിഷനെ പറ്റിയും, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളെന്ത് അപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ അവർ ശകാരിച്ചു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് പിന്നെ എനിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി. അതിനുശേഷം എൻ്റെ MSc M.Tech, പിന്നെ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT സയൻറ്റിസ്റ്റായിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ ആൻറ്റന ഡിസൈൻ അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഫെറിക്കൽ കോർഡിനേറ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിസിക്സുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോഴും എനിക്കുണ്ട്. വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിയുടെ മിലേനിയൻ ബാച്ചിനെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ നിൽക്കുന്നത്. 2001-04 ബാച്ചാണ് മിലേനിയൻ സ്റ്റുഡൻസ്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പേര് വിജേഷ് ജയരാജ്. ഞാനിപ്പം കണ്ണൂർ ജില്ലയുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ജില്ലാ ഓഫീസറായിട്ട് ലേബർ ആൻഡ് സ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നു. ഈ ജില്ലയുടെ സമഗ്രമായ നൈപുണ്യ വികസനം എൻ്റെ കർത്തവ്യമാണ്. മാരിഡ് വിത്ത് ധന്യ സ്റ്റേറ്റ് GST ഇൻ്റലിജൻസ് ഡെപ്യൂട്ടി ഓഫീസറാണ് കണ്ണൂർ കളക്ടറേറ്റിൽ തന്നെ. മുമ്പ് സതീഷ് സാറ് പറഞ്ഞ കാര്യം, നമ്മുടെ കുട്ടികൾ നമുക്ക് കിട്ടാതെ വന്നതൊക്കെ വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ, കളക്ടർ, അസിസ്റ്റൻറ്റ് കളക്ടർ, സബ് കളക്ടർ ലെവലിൽ തന്നെ ഈ ഒരു ടോക്ക് വന്നിരുന്നു. നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ ബേസിക് സയൻസിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അതിനെപ്പറ്റി ഒരു ടോക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ കോളേജ് SNPCC ഗ്രൂപ്പിൽ വന്നിട്ട് നമ്പീശൻ സാറൊക്കെ കൊൽക്കത്തയിൽ നിന്ന് തിരിച്ച് വന്നത് ഞാനൊരു തവണ നോട്ട് ചെയ്തത്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് അന്ന് ബഹുമാനപ്പെട്ട കളക്ടർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഞാൻ SN കോളേജ് അലുമിനിയാണ്. അപ്പോൾ നമ്മുടെ അലുമിനി ഗ്രൂപ്പിൽ ഒരുപാട് റിനോഡ് സയൻറ്റിസ്റ്റുകളും സീനിയർ ഫിസിസിസ്റ്റുകളും ഉണ്ട്. നമുക്ക് ഇവരെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെ കുട്ടികൾക്ക് പിന്നെയും സയൻസിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു തവണ മിസ്സിനെ വിളിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫോൺ എടുത്തില്ല. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നിങ്ങളെല്ലാവരും പത്രത്തിലൊക്കെ കണ്ട കുറേ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് കളക്ടറേറ്റിൽ നടന്നതും, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ DC ഇപ്പം ട്രെയിനിങ്ങിലാണ് മസൂറി. പിന്നെ എന്തുകൊണ്ടും അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ പ്രാഥമികമായ കർത്തവ്യം 1,60,000 കുട്ടികൾ കണ്ണൂർ ജില്ലയിൽ തൊഴിലിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവന്ന് മാക്സിമം കുട്ടികളെ എംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് എൻ്റെ സീറ്റിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. അതുകൂടാതെ ഇപ്പോൾ ഭരണഘടനാപരമായൊരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. ആർട്ടിക്കിൾ 343D പ്രകാരം എല്ലാ ജില്ലയും ഗവൺമെൻറ്റിന് ഒരു ജില്ലാ വികസന പദ്ധതി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന പ്രാദേശിക സാമ്പത്തിക വികസനം, നൈപുണ്യ വികസനം, ഹയർ എഡ്യൂക്കേഷൻ എന്ന കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനറാണ് ഞാൻ. ജോയിൻറ്റ് കൺവീനർ എന്ന് വെച്ചാൽ കൺവീനറൊക്കെ പൊളിറ്റീഷ്യൻസാണ്. അപ്പം പ്രാക്ടിക്കലി ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എൻ്റെ സീറ്റ് തന്നെയാണ്. അപ്പം ഇന്നിവിടെ വന്ന് നിങ്ങളൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ച് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചെത്തിക്കാൻ നമ്മൾ സീരിയസ് ആയി ഇൻ്റർവെൻഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ SN കോളേജ് പോലത്തെ കണ്ണൂർ ജില്ലയിലെ ഞാൻ പലപ്പോഴും രവിയേട്ടനൊക്കെ വിളിക്കുമ്പം ഫോണിൽ സംസാരിക്കാറുണ്ട്. കാര്യം ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജിലൊക്കെ ആണെങ്കിലും അവരും നമ്മൾ പഠിക്കുന്നത് സെയിമാണ്. പക്ഷേ അവർക്ക് മാത്രം എക്സലൻസിലേക്ക് എത്താൻ പറ്റും, നമുക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ എത്തണമെങ്കിൽ അലുമിനി പഠിച്ചിറങ്ങിയ അലുമിനി ഫ്രീക്വൻറ്റ് അലുമിനി സ്റ്റുഡൻസ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം, അലുമിനി ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് കൊണ്ടുവരാൻ പഠിച്ചിറങ്ങിയ റിനൗണ്ടായ ആൾക്കാർക്ക് കൊണ്ടേ സാധിക്കുള്ളൂ. ഞാനിവിടെ 2010 ബാച്ചിൽ BSc ഫിസിക്സ് കഴിഞ്ഞ് പോയതാണ്. അതിനുശേഷം PG ചെയ്തു. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്തു. ഇപ്പം കറണ്ടായിട്ട് ഞാൻ കോൺട്രാക്റ്റിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് ലേണിങ്ങിനെ പറ്റി ലിനുസാറ് പറഞ്ഞു. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം കുട്ടികൾ നമ്മളിപ്പം പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ എന്താ പറയുക ക്ലാസ്സുകളിൽ എത്രത്തോളം ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് വളരെ സംശയമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ മോഡലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നെതർലാൻഡ് മോഡലൊക്കെയാണ് ബെസ്റ്റ് മോഡലായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. നമ്മുടെ കുട്ടികൾക്കും അതുപോലത്തെ ഒരു ചോയ്സ് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്റ്റഡി ഓഫ് നേച്ചറാണ്, നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി ഫിസിക്സ്, അതിലെന്താ ഫിസിക്സ് ഉള്ളതെന്നുള്ളത് കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ്
എന്താ പറയുക വാസ്റ്റായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡായിട്ട് തന്നെയാണ്. ഇപ്പോൾ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു ഫീൽഡായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മുടെ അലൂമിനി അസോസിയേഷനിലുള്ള എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കുട്ടികൾക്ക് സയൻസിനെ കുറച്ചും കൂടി കുട്ടികൾക്ക് എൻഗേജ് ആകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീരാജ്. നിശാന്ത് സൂചിച്ച പോലെ ഞാൻ 2007-2010 ബാച്ചിലായിരുന്നു ഉണ്ടായത്. 2010 കഴിഞ്ഞതിന് ശേഷം ഞാൻ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിക്സ് എന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്തു. ഇപ്പം അവിടുത്തെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പെല്ലാം കഴിഞ്ഞ് ഞാനിപ്പം അവിടെ ഒരു സയൻറ്റിഫിക് ടെക്നിക്കൽ ഓഫീസറായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളിവിടെ ഉണ്ടാകുന്ന 2007-2010 കാലഘട്ടങ്ങളിൽ നമ്മൾ മിക്കവാറും പുറത്ത് ഇരിക്കുന്ന ആക്ച്വലി ലെഡ്ജർ എഴുതൽ അതൊക്കെയായിരുന്നു ഉണ്ടായത്. ഇത് ആദ്യമായിട്ടാണ് അലൂമിനി ആയിട്ട് ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ആക്ച്വലി പല രീതിയിലുള്ള എന്താ പറയുക ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടായത്, നല്ല രീതിയിലുള്ള ബ്രേക്ക് ത്രൂ ഒക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SM കോളേജിൽ പോലത്തെ സംഭവങ്ങളാണ്. സോ അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ള എല്ലാവരും പറഞ്ഞ പോലെ ദീപക് സാറുണ്ട്. ബട്ട് ആക്ച്വലി ദീപക് സാർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഞാനും തമ്മിൽ ഒരു രീതിയിലുള്ള എന്താ പറയുക ഉണ്ടാവില്ല. ഓക്കെ, ദീപക് സാർ എടുക്കുന്ന ഇലക്ട്രോണിക്സ് ആണ്. അത് ഞാനുമായിട്ട് ഒരു രീതിയിൽ രാജിയാവില്ല. ട്രാൻസിസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കിയിലെ ട്രാൻസ്ഫോമർ പോകുന്ന സാറൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ ടച്ച് ചെയ്യില്ല. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്ന വെച്ചാൽ രമ്യ മിസ് ആയിരുന്നു. അപ്പോൾ 2009 ജൂൺ ജൂലൈയിലായിരുന്നുണ്ട്. അതിനുശേഷം ആക്ച്വലി എൻ്റെ ഫിസിക്സിനുള്ള കാഴ്ചപ്പാട് കുറേയൊക്കെ മാറിയത് മിസ്സിനോടും ഇൻട്രാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ശ്രീഷ്മ മിസ് ഉണ്ടായിരുന്നു, രമ്യ മിസ് ഉണ്ടായിരുന്നു. പിന്നെ നോട്ട് ജസ്റ്റ് ദാറ്റ് വൺ, ആക്ച്വലി വി ഹാഡ് എ വണ്ടർഫുൾ ഗസ്റ്റ് ലെക്ചേഴ്സ്. ഞാനിവിടെ 2015 ബാച്ചിൽ ഡിഗ്രി പാസ് ഔട്ട് ആയതാണ്. അതിനുശേഷം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PG കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ SNN സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വർക്ക് ചെയ്യാണ്. വീടിനടുത്ത് തന്നെയാണ്. വേറൊന്നും പറയാനില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ. 6 പ്രിൻസിപ്പൾമാരുണ്ട്, 5 or 6 പ്രിൻസിപ്പൾമാർ.